ബ്ലസ്സിയുടെ സംവിധാനത്തിൽ 2005 പുറത്തിറങ്ങിയ തന്മാത്ര എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച രമേശൻ നായർ എന്ന കഥാപാത്രത്തെ ഓർക്കുന്നുണ്ടോ? സെക്രട്ടേറിയറ്റിലെ കൃതഹസ്തനായ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ, സഹപ്രവർത്തകർക്കൊക്കെ ഏറെ പ്രിയങ്കരനായ ഒരു സഹൃദയൻ, ഭാര്യയുടെയും 2 മക്കളുടെയും പ്രിയപ്പെട്ട കുടുംബനാഥൻ. മകനെ IAS മോഹിച്ച് അവനുവേണ്ടി എത്രയോ കാലമായി ദിനപത്രങ്ങൾ ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ച് ഓരോ ദിവസവും അവന് പുതിയ അറിവുകൾ സമ്മാനിച്ച് വളർത്തിക്കൊണ്ടുവന്ന സ്നേഹനിധിയായ ഒരു അച്ഛൻ. ഈ നിലകളിൽ നിന്നെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് രമേശൻ നായരെ പിന്നോട്ടടിച്ചത് അയാളുടെ തലച്ചോറിനെ ബാധിച്ച ഒരു അസുഖമാണ്. രമേശൻ നായരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരുമിച്ചിങ്ങനെ യാത്ര പോയിട്ട് പിരിയുമ്പോൾ കൂടെ നടന്ന പ്രിയപ്പെട്ടവർക്കൊരു ടാറ്റ നൽകാൻ പോലും കഴിയാതെ ജീവനുള്ളൊരു ശരീരം മാത്രം നമുക്ക് തന്നിട്ട് പോകുന്ന മനസ്സിന്റെ ഒരു മടക്കയാത്ര. അതാണ് തന്മാത്ര എന്ന സിനിമ നമുക്ക് കാണിച്ചു തന്നത്. നമ്മളിൽ പലർക്കും ഒരിക്കൽ കണ്ട ശേഷം രണ്ടാമതൊരിക്കൽ കൂടി കാണാൻ ചങ്കുറപ്പില്ലാതെ പോയിട്ടുള്ള സിനിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ തന്മാത്ര തന്നെയാകും. മറവി രോഗം ബാധിച്ച രമേശൻ നായരെ മോഹൻലാൽ സ്ക്രീനിൽ അവതരിപ്പിച്ചത് അത്രയ്ക്ക് അത്ഭുതകരമായിട്ടാണ്. അതൊരു സിനിമയാണെന്നോ കാണുന്നത് ഏതോ കഥാപാത്രമാണെന്നോ ഒന്നും കാഴ്ചക്കാരന് തോന്നില്ല. ഒരു ജീവിതം തൊട്ടടുത്തു നിന്ന് അനുഭവിക്കുന്ന പ്രതീതി. അനുഗ്രഹീതനായ എഴുത്തുകാരൻ പത്മരാജൻ തൻ്റെ ജീവിതത്തിൽ അവസാനമായി എഴുതിയ ചെറുകഥയായ ഓർമ്മയിലെ സ്മൃതിനാശം സംഭവിച്ച ശങ്കരനാരായണ പിള്ള എന്ന കഥാപാത്രത്തെയാണ് ബ്ലസ്സി രമേശൻ നായർ എന്ന പേരിൽ മോഹൻലാലിന് പകർന്നാടാൻ വേണ്ടി തിരശ്ശീലയിൽ ഒരുക്കി നൽകിയത്. നമ്മൾ ചിലരെങ്കിലും ഡിമെൻഷ്യ, അൾസൈമേഴ്സ് എന്നീ വാക്കുകൾ ജീവിതത്തിൽ ആദ്യമായി കേൾക്കുന്നതും ഈ സിനിമയിലൂടെയാകും. എന്താണ് ഡിമെൻഷ്യ? എന്താണ് അൾസൈമേഴ്സ്? ഈ പേരുകൾ ഇങ്ങനെ പല സന്ദർഭങ്ങളിലായി കേട്ടു കാണുമെങ്കിലും നമ്മൾ മലയാളികളിൽ പലർക്കും നമ്മുടെ ജീവിത പരിസരങ്ങളിൽ ഒരു നിഴല് പോലെ സാന്നിധ്യം അറിയിക്കുന്ന ഈ രോഗാവസ്ഥയെക്കുറിച്ച് കാര്യമായ അറിവുകളൊന്നും തന്നെ ഉണ്ടാകണമെന്നില്ല. പല കാരണങ്ങൾ കൊണ്ടും തലച്ചോറിന്റെ സവിശേഷമായ ധർമ്മങ്ങൾ നഷ്ടപ്പെടുക വഴി ഗുരുതരമായ മറവിയും അനുബന്ധ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കുന്ന രോഗാവസ്ഥയെയാണ് മേധാക്ഷയം അഥവാ ഡിമെൻഷ്യ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. ലോകമെമ്പാടുമായി ഏതാണ്ട് 5 കോടിയോളം ഡിമെൻഷ്യ രോഗികളുണ്ട്. 65 വയസ്സിന് മുകളിലുള്ള 20 പേരിൽ ഒരാൾ വീതം ഡിമെൻഷ്യ രോഗിയാണ് എന്നാണ് കണക്ക്. 2019 ഒരു പഠനം പറയുന്നത് വർഷാവർഷം ഏതാണ്ട് $1.3 ട്രില്യൺ ഡിമെൻഷ്യ പരിചരണത്തിനു വേണ്ടി ചെലവഴിക്കപ്പെടുന്നുണ്ട് എന്നാണ്. 2021 WHO ഡിമെൻഷ്യയെ മരണകാരണമാകുന്ന രോഗാവസ്ഥകളുടെ പട്ടികയിൽ 7ാമതായിട്ടാണ് പ്രദർശിച്ചത്. ഇന്ന് ലോകമെമ്പാടുമുള്ള വയോജനങ്ങളിൽ പരാശ്രയത്വവും ഡിസബിലിറ്റിയും ഉണ്ടാക്കുന്ന രോഗാവസ്ഥകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും ഡിമെൻഷ്യ തന്നെയാണ്. മാർഗരറ്റ് താച്ചർ, ബ്രൂസ് വില്ലിസ്, ഷോൺ കോണറി, റൊണാൾഡ് റീഗൻ, ഭാസ്കരൻ മാസ്റ്റർ, MS സുബ്ബുലക്ഷ്മി, ജോർജ് ഫെർണാണ്ടസ് എന്നിങ്ങനെ വിശ്വപ്രസിദ്ധരായിട്ടുള്ള ഡിമെൻഷ്യ രോഗികൾ നിരവധിയുണ്ട്. അവരിൽ പലരെയും അവരവരുടെ പ്രതിഭാവിലാസങ്ങളുടെ പരകോടിയിൽ നിൽക്കുമ്പോഴാണ് ജീവിത സായനത്തിലാണെങ്കിലും ഡിമെൻഷ്യ വന്ന് പിടികൂടിയിട്ടുള്ളത്. വല്ലാത്തൊരു കഥയിൽ വ്യക്തിപരമായിട്ടുള്ള റെഫറൻസുകൾ പൊതുവെ ഒഴിവാക്കാറാണ് പതിവെങ്കിലും ഈ ലക്കം അതിന് ഒരു അപവാദമാണ്. കാരണം എൻ്റെ അച്ഛന് അദ്ദേഹത്തിൻ്റെ ആയുസ്സിൻ്റെ അവസാന 3 വർഷങ്ങളിൽ ഡിമെൻഷ്യ ബാധിച്ചിരുന്നു. വളരെ നിസ്സാരമായ ചില മറവികളിൽ തുടങ്ങി ഒടുവിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനാവാത്ത അവസ്ഥയിലേക്ക് വഴുതി വീണു പോയിരുന്നു അവസാന നാളുകളിൽ അച്ഛൻ. 2021 ഒടുവിൽ കോവിഡ് ബാധിച്ചു മരണത്തിന് കീഴടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് ഈ രോഗത്തിന്റെ പീഡകളിൽ നിന്ന് ഒരു മോചനമുണ്ടായത്. ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ നമ്മുടെ തലച്ചോറിനെ പ്രേരിപ്പിക്കുന്ന മൂലരോഗങ്ങൾ ഏതൊക്കെയാണ്? ഡിമെൻഷ്യ വരാതെ സൂക്ഷിക്കാൻ നമുക്ക് എന്തു ചെയ്യാനാകും? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെ ഒരു രോഗാവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെ തിരിച്ചറിയാനാകും? എന്തെന്തൊക്കെ ചികിത്സകൾ നമുക്ക് അവർക്ക് ലഭ്യമാക്കാനാകും? ചോദ്യങ്ങൾ അങ്ങനെ പലതുമുണ്ട്. മസ്തിഷ്കത്തിലെ കോശങ്ങളെ വേരോടെ ക്ഷയിപ്പിച്ച് മറവിയുടെ ഇരുണ്ട കോടുകളിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്ന ഡിമെൻഷ്യ എന്ന വിചിത്ര പ്രതിഭാസത്തിന്റെ കഥ. ഒരായുഷ്കാലം മുഴുവൻ പ്രതാപശാലികളായി ജീവിച്ച പലരെയും കൊച്ചു കുഞ്ഞുങ്ങളെക്കാൾ നിസ്സഹായരാക്കി മാറ്റിക്കൊണ്ട് മേധാക്ഷയം നടത്തുന്ന പ്രതിരോധിക്കാനാവാത്ത കടന്നാക്രമണങ്ങളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. സാക്ഷാൽ വില്യം ഷേക്സ്പിയർ തൻ്റെ പ്രസിദ്ധ കൃതിയായ ആസ് യു ലൈക്ക് ഇറ്റിൽ ഡിമെൻഷ്യ വിശേഷിപ്പിച്ചിട്ടുള്ളത് എ സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആൻഡ് മിയർ ഒബ്ലിവിയൻ, സാൻസ് ടീത്ത്, സാൻസ് ഐസ് ആൻഡ് സാൻസ് എവറിത്തിങ് എന്നാണ്. അതായത് പല്ലുകൾ തല്ലിക്കൊഴിക്കുന്ന, കണ്ണുകൾ ഇറുക്കെ പൂട്ടുന്ന, എല്ലാം നമ്മളിൽ നിന്ന് കവർന്നെടുക്കുന്ന സ്മൃതിനാശത്തിൻ്റെ 2ാം ബാല്യമെന്ന്. ആസ് യു ലൈക്ക് ഇറ്റിന് പുറമെ കിങ് ലിയറിലുമുണ്ട് സ്മൃതിനാശത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ. അധികാരവും പ്രതാപവും ഒക്കെ നഷ്ടപ്പെട്ട് സ്വന്തം മക്കളെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വഴുതി വീഴുന്ന ലിയർ രാജാവിൻ്റെ ചിത്രം ഡിമെൻഷ്യയുടെ ഒരു ക്ലാസിക് പ്രതിനിധാനമായിട്ട് പല നിരൂപകരും വിലയിരുത്തുന്നു. അതുപോലെ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസിന്റെ ഏകാന്തതയുടെ 100 വർഷങ്ങളിൽ മക്കോണ്ടോ ഗ്രാമത്തിലൂടെ ആഞ്ഞുവീശുന്ന ഇൻസോംനിയ ബാധ കൊണ്ടുണ്ടാകുന്ന സ്മൃതിനാശത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. നോവലിന്റെ 3ാം അധ്യായത്തിൽ കേണൽ അറീലിയാനയുടെ ഉപദേശം സ്വീകരിച്ച് ഹോസെ ആർക്കേഡിയോ ബുവൻഡിയ
വീട്ടിലെ പശുവിൻ്റെ കഴുത്തിൽ ഇതാണ് പശു, ഇവൾ പാല് തരണമെങ്കിൽ എല്ലാ ദിവസവും കാലത്ത് കറക്കണം, പാല് ചേർത്ത് കാപ്പി ഉണ്ടാക്കണമെങ്കിൽ ഈ പാല് തിളപ്പിച്ച് കാപ്പിയിൽ ചേർക്കണം എന്നൊക്കെ എഴുതി കെട്ടിത്തൂക്കിയതിനെ പറ്റി വായിച്ചിട്ടുള്ളതൊക്കെ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും. പ്രസിദ്ധ ഇംഗ്ലീഷ് കവി ടോണി ഹാരിസൺ എഴുതി പീറ്റർ സൈംസിൻ്റെ സംവിധാനത്തിൽ 1993 ജൂൺ 30 ദേശീയ അൽസൈമേഴ്സ് ദിനത്തിൽ ബ്രിട്ടീഷ് ടെലിവിഷനിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെട്ട ബ്ലാക്ക് ഡൈസീസ് ഫോർ ദ ബ്രൈഡ് എന്ന ചലച്ചിത്രവും ഈ രോഗാവസ്ഥയുടെ നേർപരിച്ഛേദം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കലാസൃഷ്ടിയാണ്. ഹൈറോഡ്സ് ഹോസ്പിറ്റൽ എന്ന പുരാതന വിക്ടോറിയൻ അസൈലത്തിന്റെ അൽസൈമേഴ്സ് വാർഡിൽ കഴിയുന്ന 5 സ്ത്രീകളുടെ ജീവിതമാണ് ഈ സിനിമയുടെ പ്രമേയം. ഈ സിനിമയ്ക്ക് 1994 മികച്ച ഡോക്യുമെന്ററിക്കുള്ള പ്രീ ഇറ്റാലിയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ന്യൂറോ സയന്റിസ്റ്റ് ആയിട്ടുള്ള ലിസ് ജനോവ 2007 എഴുതിയ സ്റ്റിൽ ആലീസ് എന്ന പുസ്തകം ഏർലി ഓൺസെറ്റ് ഓഫ് ആൽസൈമേഴ്സ് ഡിസീസ് ബാധിച്ച ഒരു സ്ത്രീയുടെ ദുരിതങ്ങൾ ഹൃദയസ്പർശിയായിട്ട് വിവരിക്കുന്ന ഒരു കൃതിയാണ്. ഡിമെൻഷ്യ പരിചരണത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഡി ഗ്രാൻഡ് ക്യാമ്പൽ എഴുതിയ സർവൈവിംഗ് ഡിമെൻഷ്യ കെയർ ദ റിയാലിറ്റീസ് ഓഫ് കെയർ ഗിവിംഗ്, അതുൽ ഗവാഡെ എഴുതിയ ബീയിങ് മോർട്ടൽ മെഡിസിൻ ആൻഡ് വാട്ട് മാറ്റേഴ്സ് ഇൻ ദ എൻഡ്, നാൻസി എൽ മെയ്സ്, പീറ്റർ ബി റാബിൻസ് എന്നിവർ ചേർന്ന് എഴുതിയ ദ 36 Hour ഡേ, സുന്ദര രുദ്രയ്യ എഴുതിയ അണ്ടർസ്റ്റാൻഡിംഗ് ഡിമെൻഷ്യ എന്നീ പുസ്തകങ്ങളെയും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഏജിങ്ങിന് വേണ്ടി ഡോക്ടർ KS ഷാജി തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ബുക്ക്ലെറ്റിനെയും ഒക്കെ ആശ്രയിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഡിമെൻഷ്യ എന്ന് വിളിക്കുന്ന രോഗാവസ്ഥയുടെ ക്ലിനിക്കൽ ലക്ഷണങ്ങൾ പ്രാചീന ഗ്രീക്കുകാർ ഏറെക്കുറെ തിരിച്ചറിഞ്ഞിരുന്നു. സാക്ഷാൽ ഹിപ്പോക്രറ്റസ് പോലും ഡിമെൻഷ്യ പോലുള്ള ലക്ഷണങ്ങളെ മാനസിക വിഭ്രാന്തി എന്നല്ല, മറിച്ച് പ്രായമാകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങളുടെ പട്ടികയിലാണ് പെടുത്തിയത്. ഡിമെൻഷ്യ എന്ന വാക്ക് തന്നെ ഉണ്ടായിട്ടുള്ളത് ഔട്ട് ഓഫ് വൺസ് മൈൻഡ് എന്നർത്ഥം വരുന്ന ഡിമെൻറ്റാറ്റസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. അങ്ങനെ ഒരു വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് AD 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റോമൻ ഫിസിസിസ്റ്റ് ആയിട്ടുള്ള സെൽസസ് ആണ്. സെൽസസും ഗാലനും ഒക്കെ ഡിമെൻഷ്യ പെടുത്തിയിട്ടുള്ളത് മോറോസിസ് അഥവാ മെന്റൽ സ്ലോനെസ് എന്ന ഗണത്തിലാണ്. 18-ാം നൂറ്റാണ്ടിൽ എത്തിയപ്പോഴേക്കും ഡിമെൻഷ്യയെക്കുറിച്ച് മാഡ്നെസ് അല്ലെങ്കിൽ മെലങ്കോളിയ എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാം. ഡിമെൻഷ്യ ബാധിതർ ഒപ്പിട്ട വിൽപ്പത്രങ്ങളുടെ സാധുത പോലും അക്കാലത്ത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഡിമെൻഷ്യ അന്ന് രോഗികൾക്ക് വിവാഹം കഴിക്കാനും സ്വത്ത് ആർജിക്കാനുമുള്ള അവകാശങ്ങൾ നിഷേധിക്കാനുള്ള ഒരു കാരണമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ശാസ്ത്രം കൂടുതൽ വളർച്ച പ്രാപിച്ച ശേഷം മാത്രമാണ് ബ്രെയിനിൻ്റെ ഒരു പത്തോളജി എന്ന നിലയ്ക്ക് ഡിമെൻഷ്യയെ വൈദ്യശാസ്ത്ര ലോകം അംഗീകരിച്ചു തുടങ്ങുന്നത്. എന്നാൽ ഡിമെൻഷ്യയ്ക്ക് ഇന്ന് നമ്മൾ പലരും കൊളോക്കിയലി പറഞ്ഞു പോകുന്ന അൽസൈമേഴ്സ് ഡിസീസ് എന്ന പേര് കിട്ടുന്നത് ഈ മേഖലയിൽ ജർമ്മൻ ന്യൂറോ സയന്റിസ്റ്റ് ആയിട്ടുള്ള അലോയിസ് അൽസൈമേഴ്സ് നടത്തിയ ചില ഗവേഷണങ്ങൾക്കുള്ള ബഹുമാനാർത്ഥമാണ്. 1906 നവംബർ 3 അദ്ദേഹം തൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വന്ന അഗസ്റ്റേ ഡിറ്റർ എന്നു പേരുള്ള ഒരു 51-കാരിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് ഓൺ എ പെക്യുലിയർ സീരിയസ് ഡിസീസ് പ്രോസസ് ഓഫ് ദ സെറിബ്രൽ കോർട്ടക്സ് എന്ന പേരിൽ ഒരു ഗവേഷണ പ്രബന്ധം അവതരിപ്പിക്കുന്നു. മിസ് ഡിറ്ററുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവർക്ക്. കടുത്ത ഹാലൂസിനേഷൻസ്, അതായത് ഇല്ലാത്തത് കാണുന്ന അവസ്ഥയായിരുന്നു. പലപ്പോഴും അവർ വളരെ അഗ്രസീവായിട്ട് ഒരു കാരണവും കൂടാതെ ജെലസ് ആയിട്ട് കാണപ്പെട്ടു. സദാസമയം നിസ്സഹായമായിട്ടുള്ള ഒരു മുഖഭാവത്തോടെ കിടക്കയിൽ ഒരേ ഇരിപ്പിരിക്കും അവർ. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അഗസ്റ്റേ എന്നവർ മറുപടി പറയും. ലാസ്റ്റ് നെയിം എന്തെന്ന് ചോദിച്ചാലും മറുപടി അഗസ്റ്റേ എന്ന് തന്നെ. ഭർത്താവിൻ്റെ പേര് ചോദിച്ചാലും അവർ അഗസ്റ്റേ എന്നാണ് മറുപടി പറയുക. യുവർ ഹസ്ബൻഡ് എന്ന് വീണ്ടും എടുത്ത് ചോദിക്കുമ്പോൾ മൈ ഹസ്ബൻഡ് എന്ന് ചോദ്യം മനസ്സിലാകാത്ത പോലെ അവർ ഏറ്റു പറയും. ഉച്ചയ്ക്ക് ലഞ്ചിന് കോളിഫ്ലവറും പോർക്കും കഴിച്ചിട്ടിരിക്കുന്ന അവരോട് എന്താണ് കഴിച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയുക ഉരുളക്കിഴങ്ങെന്നാകും. ഐ ഹാവ് ലോസ്റ്റ് മൈസെൽഫ് എന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. 1906 തൻ്റെ 55 വയസ്സായപ്പോഴേക്കും അഗസ്റ്റേ ഡിറ്ററിന് അവരുടെ കോഗ്നിറ്റീവ് കപ്പാസിറ്റി പൂർണ്ണമായും നഷ്ടമായി. ആ വർഷം ഏപ്രിൽ 8 സെപ്റ്റിസീമിയയും ന്യൂമോണിയയും മൂർച്ഛിച്ച് അവർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഈ അഗസ്റ്റേ ഡിറ്ററിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ അവരുടെ തലച്ചോറിനുള്ളിൽ പ്ലേക്കുകൾ, ന്യൂറോഫിബ്രിലറി ടാങ്കിളുകൾ, ആർട്ടീരിയോസ്ക്ലീറോട്ടിക് ചേഞ്ചസ് എന്നിവ കണ്ടെത്തി എന്നൊരു പരാമർശമുണ്ടായിരുന്നു. ഈ പ്ലേക്ക് എന്ന് വെച്ചാൽ തലച്ചോറിലെ നാഡീകോശങ്ങൾക്ക് പുറത്ത് അസാധാരണമായിട്ട് പ്രോട്ടീനുകൾ, പ്രധാനമായും അമിലോയിഡ് പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ ന്യൂറോഫിബ്രിലറി ടാങ്കിളുകൾ എന്ന് പറയുന്നത് നാഡീകോശങ്ങൾക്കുള്ളിൽ പ്രോട്ടീൻ നാരുകൾ അസാധാരണമായി കെട്ടുപിണയുകയോ ചുരുളുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ്. അതുപോലെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് അവ കട്ടിവെക്കുകയോ ചുരുങ്ങുകയോ ഒക്കെ ചെയ്യുന്ന മൂലം ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ആർട്ടീരിയോസ്ക്ലീറോട്ടിക് ചേഞ്ചസ് എന്ന് വിളിക്കുന്നത്. ഡോക്ടർ അൽഷൈമേഴ്സ് അന്ന് ഇതിനെ കാണുന്നത് ഡിമെൻഷ്യയിൽ നിന്ന് വേറിട്ട ഒന്നായിട്ടല്ല, താരതമ്യേന ചെറുപ്പക്കാരിൽ കണ്ടിരുന്ന പ്രീസെനിയൽ ഡിമെൻഷ്യയുടെ ഒരു വകഭേദമായിട്ട് മാത്രമാണ്. മോഡേൺ സയന്റിഫിക് സൈക്കാട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന എമിൽ ക്രെപ്ലിനാണ് 1910 പുറത്തിറങ്ങിയ തൻ്റെ ഒരു വൈദ്യശാസ്ത്ര പുസ്തകത്തിൽ ഈ രോഗത്തിന് അൽസൈമേഴ്സ് ഡിസീസ് എന്ന് ആദ്യമായിട്ട് പേര് കൊടുക്കുന്നത്. പ്രായത്തോടനുബന്ധിച്ചുണ്ടാകുന്ന പാത്തോളജിക്കൽ പ്രോസസ്സുകളിൽ നിന്ന് ക്രെപ്ലിൻ അൽസൈമേഴ്സ് ഡിസീസിനെ വേറിട്ട് കാണുന്നത് ഈ ലക്ഷണങ്ങൾ രോഗിയിൽ കണ്ട പ്രായത്തിൻ്റെ പേരിലാണ്. രോഗികളുടെ ബ്രെയിൻ പാത്തോളജിയിൽ കണ്ട തെളിവുകൾ അന്ന് അതൊരു സവിശേഷ രോഗമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് എമിൽ ക്രെപ്ലിൻ ഇങ്ങനെയൊരു പേര് ഈ രോഗത്തിന് ഇട്ടെങ്കിലും വർഷങ്ങളോളം മെഡിക്കൽ സർക്കിളുകളിൽ ആ പേരിനൊരു സ്വീകാര്യത കിട്ടുകയുണ്ടായില്ല. 1915 ഡോക്ടർ അലോയിസ് അൽസൈമർ മരിച്ചുപോയപ്പോൾ
പുറത്തിറങ്ങിയ നിരവധി ഒബിച്വറികളിൽ ഒന്നിൽ പോലും അങ്ങനെ ഒരു പരാമർശം ഉണ്ടായതേയില്ല. വർഷങ്ങളോളം ഈ ലക്ഷണങ്ങളെ വൈദ്യശാസ്ത്ര ലോകം സിനൈൽ ഡെമൻഷ്യ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു. പിന്നീട് പതിറ്റാണ്ടുകൾക്ക് ശേഷം 1960കളിൽ ബെർണാഡ് ടോംലിൻസൺ, മാർട്ടിൻ റോത്ത്, ഗാരി ബ്ലസ്റ്റ് എന്നീ ഗവേഷകർ സിനൈൽ ഡെമൻഷ്യ ബാധിച്ചു മരിച്ച വൃദ്ധരായിട്ടുള്ള നിരവധി രോഗികളുടെ ഓട്ടോപ്സികൾ നടത്തി. ഈ രോഗികളുടെ തലച്ചോറിനെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് ചുവട്ടിൽ കൊണ്ടുവച്ച് പരിശോധിച്ചപ്പോൾ അവർക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഡോക്ടർ അലോയ്സ് അൽസൈമർ കണ്ടെത്തിയ അതേ പ്ലാക്കുകളും ന്യൂറോഫൈബ്രിലറി ടാങ്കിളുകളും ആർട്ടിയോസ്ക്ലെറോട്ടിക് ചേഞ്ചുകളും ഒക്കെ കുറെ കൂടി വ്യക്തമായി തെളിഞ്ഞു കിട്ടി. അതോടെ അന്നുവരെ വൈദ്യശാസ്ത്ര ലോകം വിശ്വസിച്ചിരുന്നത് പോലെ സെനൈൽ ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഏജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തലച്ചോറിൽ സംഭവിക്കുന്ന ഒരു സ്വാഭാവിക മാറ്റമല്ല എന്നും അതൊരു പ്രത്യേക രോഗം കൊണ്ടുണ്ടാകുന്ന വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു പാത്തോളജിയാണ് എന്നും അവർ സ്ഥിരീകരിച്ചു. 1976 ആർക്കൈവ്സ് ഓഫ് ന്യൂറോളജി എന്ന പ്രസിദ്ധീകരണത്തിൽ ദ പ്രിവലൻസ് ആൻഡ് മാലിഗ്നൻസി ഓഫ് അൽസൈമേഴ്സ് ഡിസീസ് എ മേജർ കില്ലർ എന്ന ശീർഷകത്തിൽ റോബർട്ട് കാച്ച്മാൻ എഴുതിയ എഡിറ്റോറിയൽ ലേഖനമായിരുന്നു അടുത്തായിട്ട് വന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞത് അൽസൈമേഴ്സ് ഡിസീസും സെനൈൽ ഡിമെൻഷ്യയും ഒരേ രോഗം തന്നെയാണ് എന്നായിരുന്നു. രോഗിയുടെ പ്രായം 65 വയസ്സിന് മുകളിലാണോ താഴെയാണോ എന്ന് നോക്കി സെനൈൽ ഡിമെൻഷ്യ എന്നിങ്ങനെ രണ്ട് പേരിൽ വിളിക്കുന്നതിന് പകരം അൽസൈമേഴ്സ് ഡിസീസ് എന്ന ഒരൊറ്റ പേര് മതിയെന്നും കാച്ച്മാൻ തീർത്തു പറഞ്ഞു. അൽസൈമേഴ്സ് ഡിസീസ് അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒന്നല്ല എന്നും മറിച്ച് ഒട്ടേറെ പേരിൽ മരണകാരണമാകുന്ന ഒരു മേജർ കില്ലറാണ് എന്നും ഹൃദ്രോഗം, ക്യാൻസർ, സ്ട്രോക്ക് എന്നിവയ്ക്ക് തൊട്ടു പിന്നിലായി അമേരിക്കയിൽ മരണത്തിന് കാരണമാകുന്ന രോഗങ്ങളിൽ 4-ാമത്തെയോ 5-ാമത്തെയോ സ്ഥാനം അൽസൈമേഴ്സിനാണ് എന്നും അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോൾ ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അവിടുന്ന് അങ്ങോട്ട് അമേരിക്കയിൽ അൽസൈമേഴ്സ് ഡിസീസിന്റെ ഗവേഷണത്തിന്റെ കാര്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായി. 1974 അമേരിക്കൻ കോൺഗ്രസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ ഏജിംഗ് സ്ഥാപിച്ചു. അതിന്റെ കീഴിൽ അൽസൈമേഴ്സ് റിസർച്ചിന് ഫണ്ട് അനുവദിക്കപ്പെട്ടു. 1980 അൽസൈമേഴ്സ് അസോസിയേഷൻ സ്ഥാപിതമായി. അവർ കാര്യമായിട്ടുള്ള പബ്ലിക് ക്യാമ്പയിനുകൾ തന്നെ നടത്തി. അങ്ങനെ ആ പേര് വിശ്വപ്രസിദ്ധമായി. അൽസൈമേഴ്സ് രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടി $multi-million ചെലവിൽ നിരവധി ഗവേഷണങ്ങളും തുടർന്ന് നടക്കുകയുണ്ടായി. നമ്മുടെ ഉറ്റവർക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാകുന്ന എല്ലാ മറവികളും ഡിമെൻഷ്യ അല്ല എന്നതാണ് സത്യം. അതായത് നമ്മൾ പലർക്കും ചില വ്യക്തികളുടെ അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ, പുസ്തകങ്ങളുടെ, സിനിമകളുടെ അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ ഒക്കെ പേര് നാക്കിൻ്റെ തുമ്പത്തുണ്ട് എന്ന് തോന്നും, പക്ഷേ ചിലപ്പോൾ ഓർമ്മ വരില്ല. എന്ന് വെച്ച് ഭയപ്പെടേണ്ടതില്ല. ഈ ഒരൊറ്റ സംഗതി ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ഡിമെൻഷ്യ ഉണ്ടെന്ന് അർത്ഥമില്ല. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സാധനങ്ങൾ, ഉദാഹരണത്തിന് താക്കോൽ, കുട, പുസ്തകങ്ങൾ, മൊബൈൽ ഇവയൊക്കെ പോകുന്നിടങ്ങളിൽ മറന്നു വെച്ച് പോകാറുണ്ട്. അതിലും പേടിക്കേണ്ട. അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ട് എന്നത് മാത്രം ഡിമെൻഷ്യയുടെ ലക്ഷണമാകണം എന്നില്ല. ഒരുപക്ഷെ നോർമൽ ഏജ് റിലേറ്റഡ് മെമ്മറി ലോസ് അഥവാ പ്രായം കൂടുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന ഓർമ്മക്കുറവിന്റെ ലക്ഷണമാകാം അത്. ഇനിയുള്ള രണ്ടാമത്തെ ഒരു സാധ്യത മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് അഥവാ സംവേദനക്ഷമതകളിൽ ഉണ്ടാകുന്ന ലഘുവായിട്ടുള്ള ക്ഷയമാണ്. അത് പ്രായം കൂടുന്നതുകൊണ്ടുണ്ടാകുന്ന ഓർമ്മക്കുറവിനും ഡിമെൻഷ്യയ്ക്കും ഇടയിലുള്ള, എന്നാൽ ഡിമെൻഷ്യോളം ഗുരുതരമല്ലാത്ത ഒരവസ്ഥ മാത്രമാണ്. അത് നമ്മുടെ ദൈനംദിന വൃത്തികളെ അത്രയ്ക്കധികം ബാധിക്കുന്ന ഒന്നല്ല. MCA ബാധിച്ച പലരുടെയും നില ഒന്നുകിൽ വഷളാകാതെ തുടരും, അല്ലെങ്കിൽ മെച്ചപ്പെടും. ഇതിനെയും വെറുതെ ഡിമെൻഷ്യ എന്ന് ധരിച്ച് അന്താളിച്ചു പോകേണ്ടതില്ല എന്നർത്ഥം. ഇനിയൊന്നുള്ളത് ചികിത്സിച്ച് മാറ്റാവുന്ന ഡിമെൻഷ്യയാണ്. അതായത് എല്ലാ ഡിമെൻഷ്യകളും ഇൻക്യൂറബിൾ അല്ല. പ്രായമായ ചിലരിൽ കടുത്ത വിഷാദരോഗം ഉണ്ടാകുമ്പോൾ ഡിമെൻഷ്യയുടെ സാദൃശ്യമുള്ള ലക്ഷണങ്ങൾ അവർ പ്രകടിപ്പിക്കാറുണ്ട്. ഡിപ്രസീവ് സ്യൂഡോ ഡിമെൻഷ്യ എന്നാണ് ഈ അവസ്ഥയെ വിളിക്കുക. ശരിയായ ഡിമെൻഷ്യയിൽ നിന്ന്, അതായത് ട്രൂ ഡിമെൻഷ്യയിൽ നിന്ന് മേൽപ്പറഞ്ഞ അവസ്ഥയെ വേർതിരിച്ചറിയുക ഒരല്പം പ്രയാസമുള്ള കാര്യമാണ്. നിരാശരും വിഷാദചിത്രമായിട്ടുള്ള ഇവർ ഓർമ്മക്കുറവിനെ പറ്റി എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. വിശദമായ പരിശോധനയിൽ ഇവരുടെ ഓർമ്മശക്തിയിൽ കാര്യമായൊരു തകരാറും ഇല്ല എന്ന് ഒരു വിദഗ്ധന് കണ്ടെത്താനാകും. ശാരീരിക മാനസിക പ്രവർത്തനങ്ങൾക്ക് താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു മാന്ദ്യവും ഓർമ്മശക്തി കുറഞ്ഞു വരുന്നു എന്ന തെറ്റിദ്ധാരണയുമാണ് ഇവരുടെ യഥാർത്ഥ പ്രശ്നം. വിഷാദരോഗത്തിന് ചികിത്സ നൽകുമ്പോൾ ഈ രോഗി പൂർണ്ണ സുഖം പ്രാപിക്കും. അതുപോലെ ചിലരിൽ തൈറോയ്ഡ് ഹോർമോണിന്റെ കുറവ് മൂലവും ഡിമെൻഷ്യ ഉണ്ടാകാം. അവർക്ക് തൈറോയ്ഡ് ഹോർമോണുകൾ അടങ്ങിയ മരുന്ന് നൽകുക വഴി ഈ പ്രശ്നം പരിപൂർണമായിട്ടും പരിഹരിക്കാനാകും. അതുപോലെ മറ്റു ചില രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ പ്രായമായ വ്യക്തികളിൽ ഡിമെൻഷ്യയ്ക്ക് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇക്കാര്യം തിരിച്ചറിഞ്ഞ് ഈ മരുന്നുകൾ നിർത്തുകയോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത മരുന്നുകൾ പകരം ഉപയോഗിക്കുകയൊക്കെ ചെയ്താൽ ഇതിന് പരിഹാരമുണ്ടാക്കാം. ചിലതരം മസ്തിഷ്ക ട്യൂമറുകൾ കൊണ്ടുണ്ടാകുന്ന ഡിമെൻഷ്യ ശസ്ത്രക്രിയ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റിയെന്ന് വരും. തലയോട്ടിക്കും മസ്തിഷ്കത്തിനുമിടയിൽ രക്തം കട്ട പിടിക്കാനിടയായാലും ഡിമെൻഷ്യ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വൈകാതെയുള്ള ശസ്ത്രക്രിയ കൊണ്ട് ഇതും പൂർണ്ണമായി മാറ്റാവുന്നതാണ്. പോഷകാംശങ്ങളുടെ, ഉദാഹരണത്തിന് വൈറ്റമിൻ B12 കുറവ് നിമിത്തവും അപൂർവമായി ഡിമെൻഷ്യ ഉണ്ടാകാം. ഇതും മരുന്നുകൊണ്ട് തന്നെ ചികിത്സിച്ച് മാറ്റിയെടുക്കാനാകും. ഇനി യഥാർത്ഥത്തിലുള്ള ഡിമെൻഷ്യയുടെ കാര്യം. ഡിമെൻഷ്യ, ആൽസൈമേഴ്സ് എന്നീ പേരുകൾ പലപ്പോഴും ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന വിധത്തിൽ സമാനമായ രീതിയിൽ പ്രയോഗിക്കപ്പെട്ട് കാണുന്നവയാണ്.
ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാന കാര്യം ഡിമെൻഷ്യ എന്നത് ഒരു രോഗത്തിന്റെ പേരല്ല എന്നതാണ്. പ്രായമായവരിൽ പല രോഗങ്ങൾ കാരണം ഉണ്ടാകുന്ന ഒരു പറ്റം ലക്ഷണങ്ങളെ ഒന്നിച്ചു പറയുന്ന ഒരു അംബ്രല ടേമാണ് ഡിമെൻഷ്യ. ഈ രോഗങ്ങൾ കാരണം ന്യൂറോണുകൾ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ കോശങ്ങൾക്ക് നാശം സംഭവിക്കുക, അല്ലെങ്കിൽ മറ്റു കോശങ്ങളുമായിട്ടുള്ള അവയുടെ ബന്ധം അറ്റുപോവുക, അല്ലെങ്കിൽ ഈ കോശങ്ങളുടെ പ്രവർത്തനത്തിൽ തകരാറ് സംഭവിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഡിമെൻഷ്യ വരാം. പുകവലി, അനാരോഗ്യമായിട്ടുള്ള ഭക്ഷണ രീതികൾ, അമിതഭാരം, മദ്യപാനം, ചികിത്സിക്കാത്ത വിഷാദരോഗം, ഒറ്റപ്പെടൽ, ടൈപ്പ് 2 പ്രമേഹം എന്നിവയെല്ലാം ഡിമെൻഷ്യയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങളാണ്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസസ് നടത്തിയ ലോഞ്ചിറ്റ്യൂഡിനൽ ഏജിംഗ് സ്റ്റഡി ഇൻ ഇന്ത്യ ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് ഓഫ് ഡിമെൻഷ്യ എന്നൊരു പഠനമുണ്ട്. അതിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 60 വയസ്സിന് മേലെ പ്രായമുള്ള ഏതാണ്ട് 90 ലക്ഷത്തോളം പേർ ഇന്ന് ഡിമെൻഷ്യയുടെ ദുരിതം പേറിക്കൊണ്ടാണ് ജീവിക്കുന്നത്. സദേൺ കാലിഫോർണിയ സർവകലാശാലയും ദില്ലി എയിംസും ചേർന്ന് 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള 70,000-ൽ പരം പേരിൽ നടത്തിയ ഈ പഠനത്തിലെ മറ്റു ചില നിരീക്ഷണങ്ങൾ കൂടി ശ്രദ്ധേയമാണ്. ഇന്ത്യയിൽ 60 വയസ്സിന് മേലെ പ്രായമുള്ളവരിൽ 7.4% പേർക്കും ഡിമെൻഷ്യയുണ്ട്. ഡിമെൻഷ്യ ബാധിതരിൽ പുരുഷന്മാർക്കാൾ സ്ത്രീകളാണ് കൂടുതൽ. നഗരങ്ങളിലേക്കാൾ ഡിമെൻഷ്യ ബാധിതരുള്ളത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലാണ്. അതുകൊണ്ട് കൂടുതൽ പ്ലാനിങ്ങോട് കൂടിയ ഒരു സമീപനം തന്നെ നമ്മുടെ നാട്ടിൽ ഡിമെൻഷ്യയെ നേരിടുന്ന കാര്യത്തിൽ നമ്മൾ കൈക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് ഈ പഠനം തെളിയിക്കുന്നത്. ഡിമെൻഷ്യയ്ക്ക് കാരണമാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം അൾസൈമേഴ്സ് രോഗം തന്നെയാണ്. ലോകത്തിലെ മൊത്തം ഡിമെൻഷ്യ കേസുകളുടെ എണ്ണം എടുത്താൽ 60% മുതൽ 80% വരെ അൾസൈമേഴ്സ് കാരണമാണ് ഉണ്ടാകുന്നത്. തലച്ചോറിലെ അമിലോയിഡ്, ടൗ എന്നീ ചില പ്രത്യേക പ്രോട്ടീനുകൾ അസാധാരണമായ അളവിൽ അടിഞ്ഞുകൂടുകയും അവ നാഡീകോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അൾസൈമേഴ്സ് ഡിസീസ് ഉണ്ടാകുന്നത്. ഓർമ്മക്കുറവാണ് ഇതിന്റെ ആദ്യ ലക്ഷണം. തലച്ചോറിലുള്ള ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങൾ ക്രമേണ ജീർണിച്ചു പോവുകയും പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് അൾസൈമേഴ്സ്. തലച്ചോറിൽ പുതിയ ഓർമ്മകൾ രൂപപ്പെടുന്ന ഹിപ്പോകാമ്പസ്, ഓർമ്മയും ഗ്രാഹ്യശേഷിയും നിയന്ത്രിക്കുന്ന ടെമ്പറൽ ലോബ് എന്നീ ഭാഗങ്ങളിലുള്ള ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുന്നതാണ് അൾസൈമേഴ്സിന്റെ തുടക്കം. സാവധാനത്തിൽ ഇത് തലച്ചോറിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി ബാധിക്കും. മസ്തിഷ്ക കോശങ്ങൾ നശിക്കാൻ പ്രധാന കാരണം അവയ്ക്കുള്ളിൽ അടിഞ്ഞുകൂടുന്ന ഉപയോഗശൂന്യമായിട്ടുള്ള അമിലോയിഡ് പ്രോട്ടീൻസ്, ടൗ പ്രോട്ടീൻസ് എന്നിവയാണ് എന്ന് കരുതപ്പെടുന്നു. ആരോഗ്യമുള്ള ഒരാളുടെ തലച്ചോറിൽ കോടിക്കണക്കിന് ന്യൂറോണുകളും ഇവ തമ്മിൽ കോടിക്കണക്കിന് കണക്ഷനുകളുമുണ്ട്. സിനാപ്സിസ് എന്ന ഈ കണക്ഷനിലൂടെയാണ് ന്യൂറോണുകൾ തമ്മിൽ സംവദിക്കുക. അൾസൈമേഴ്സ് ബാധിക്കുന്നവരിൽ ക്രമേണ സിനാപ്സുകളും ന്യൂറോണുകളും നശിച്ചു പോകുന്നു. ഒരിക്കൽ നശിച്ചു പോകുന്ന നാഡീകോശങ്ങളെ പിന്നീട് പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഈ അസുഖത്തിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ നിലവിലില്ല. അൾസൈമേഴ്സ് പൊതുവെ ബാധിക്കുക 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ്. അപൂർവമായി ഏർലി ഓൺസെറ്റ് ഓഫ് അൾസൈമേഴ്സ് എന്ന പേരിൽ അതിൽ താഴെ പ്രായമുള്ളവരിലും ഈ രോഗം വന്ന് കാണാറുണ്ട്. ഓർമ്മ പതിയെ കുറഞ്ഞു വരിക, കൺഫ്യൂഷൻ ഉണ്ടാവുക, പരിചയമുള്ള മുഖങ്ങളെ തിരിച്ചറിയാൻ പ്രയാസം നേരിടുക, സ്ഥലങ്ങൾ കണ്ടാൽ മനസ്സിലാകാതെ പോകുക, ഇതൊക്കെയാണ് ആദ്യ രോഗലക്ഷണങ്ങൾ. രോഗം പതുക്കെ പതുക്കെയാണ് വഷളായി വരിക. രോഗത്തിന്റെ അവസാന ഘട്ടത്തിൽ മസ്തിഷ്കം ചുരുങ്ങി രോഗി മരണപ്പെട്ടു പോകും. ഡിമെൻഷ്യ ഉണ്ടാക്കുന്ന രണ്ടാമത്തെ പ്രധാന രോഗം വാസ്കുലർ ഡിമെൻഷ്യയാണ്. സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം കാരണം തലച്ചോറിലെ രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ രക്തയോട്ടം തടസ്സപ്പെടുകയോ ചെയ്യുമ്പോൾ തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം. ഓർമ്മക്കുറവിനേക്കാൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ബുദ്ധിമുട്ടാണ് ഇവരിൽ ആദ്യം കാണിക്കുക. ചിന്തിക്കുന്നതിൽ, പ്ലാൻ ചെയ്യുന്നതിൽ, തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. വാസ്കുലർ ഡിമെൻഷ്യയും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ് പിടികൂടുക. വാസ്കുലർ ഡിമെൻഷ്യ രോഗികളിൽ പിന്നീട് അങ്ങോട്ടും സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ അധികമാണ്. സ്റ്റേബിളായി കുറച്ചു കാലം മുന്നോട്ട് പോയ ശേഷം വളരെ പെട്ടെന്ന് ഈ രോഗികളുടെ അവസ്ഥ വളരെ മോശമായി വരും. മൂന്നാമത്തേത് ലൂയി ബോഡി ഡിമെൻഷ്യയാണ്. തലച്ചോറിൽ ലൂയി ബോഡി എന്നറിയപ്പെടുന്ന പ്രോട്ടീനുകൾ അസാധാരണമായി അടിഞ്ഞുകൂടുന്നതാണ് ഇതിന് കാരണം. വിഷ്വൽ ഹാലൂസിനേഷൻസ്, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ കൺമുന്നിൽ കാണുക, അസാധാരണമായിട്ട് ഉറക്കത്തിൽ പെരുമാറുക, പാർക്കിൻസൺസ് രോഗത്തിന് സമാനമായിട്ടുള്ള പേശിവലിവ്, വിറയൽ എന്നിവ കാണിക്കുക, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. വളരെ പതുക്കെയാണ് ഇവരുടെ നില വഷളാകുക. ഡെയിലി രോഗാവസ്ഥയിൽ ഏറ്റക്കുറച്ചിലുകൾ ഇവർക്കുണ്ടാവുകയും ചെയ്യും. ഇനിയൊന്നുള്ളത് ഫ്രണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യയാണ്. ഫ്രോണ്ടൽ ആൻഡ് ടെമ്പറൽ ലോബുകൾ എന്നറിയപ്പെടുന്ന തലച്ചോറിന്റെ മുൻഭാഗത്തെയും വശങ്ങളിലെയും കോശങ്ങളെയാണ് ഇത് ബാധിക്കുക. വ്യക്തിത്വം, പെരുമാറ്റം, ഭാഷ എന്നിവയെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളാണ് ഈ കോശങ്ങൾ എന്നതുകൊണ്ട് തന്നെ സ്വഭാവത്തിൽ പെട്ടെന്നുണ്ടാകുന്ന വലിയ മാറ്റങ്ങളും സംസാരിക്കാനും മനസ്സിലാക്കാനുമുള്ള ബുദ്ധിമുട്ടുമാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ. ഇത് താരതമ്യേന ചെറുപ്പക്കാരിൽ, അതായത് 40 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവരിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ ഒന്നിലധികം ഡിമെൻഷ്യകൾ ഒന്നിച്ചു വന്നാൽ അതിനെ മിക്സഡ് ഡിമെൻഷ്യ എന്ന് പറയും. സാധാരണയായി അൾസൈമേഴ്സും വാസ്കുലർ ഡിമെൻഷ്യയും ഒരുമിച്ച് വരുന്നതായിട്ടാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ പാർക്കിൻസൺസ് ഡിസീസ് ഡിമെൻഷ്യ എന്ന് മറ്റൊരു ഇനം ഡിമെൻഷ്യ കൂടിയുണ്ട്. പാർക്കിൻസൺസ് രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് നാഡീകോശങ്ങൾക്ക് നാശം സംഭവിക്കുകയും ഇത് ക്രമേണ ഡിമെൻഷ്യയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യും. ലൂയി ബോഡി ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങളുമായി ഇതിൻ്റെ കാര്യമായ സാമ്യങ്ങളുണ്ട്.
അതുപോലെ ഹണ്ടിങ്ടൺസ് രോഗം കാരണവും നമുക്ക് ഡിമെൻഷ്യ വരാം. ഇത് പാരമ്പര്യമായിട്ട് വരുന്ന ഒരു ജനിതക രോഗമാണ്. ജീനുകളിലുണ്ടാകുന്ന തകരാറ് കാരണം തലച്ചോറിലെ കോശങ്ങൾ നശിക്കുകയും അത് രോഗിയുടെ ചലനശേഷിയും മാനസികാവസ്ഥയെയും ചിന്താശേഷിയും ഒക്കെ സാരമായി ബാധിക്കുകയും ചെയ്യും. ഇതിനും ഫലപ്രദമായ ചികിത്സയില്ല. പിന്നെയുള്ളത് തലച്ചോറിലെ ചില ഭാഗങ്ങൾ രക്തയോട്ടമില്ലാതെ നിർജ്ജീവമായി തീരുന്നുകൊണ്ടുണ്ടാകുന്ന മൾട്ടി ഇൻഫാക്ട് ഡിമെൻഷ്യ എന്നൊരു രോഗമാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഡിമെൻഷ്യ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. രക്തസമ്മർദ്ദമുള്ളവർക്കും ഈ രോഗമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും ചികിത്സ കൊണ്ട് ശരിയായ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നാൽ ഈ രോഗം ഒരു പരിധിവരെ നമുക്ക് തടയാനാകും. പിന്നെയുള്ളത് എയ്ഡ്സ് രോഗികളിൽ ഒരു വിഭാഗം പേർ രോഗം അധികമാവുന്ന ഘട്ടത്തിൽ ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ്. ഇതിനെ എയ്ഡ്സ് ഡിമെൻഷ്യ കോംപ്ലക്സ് എന്ന് വിളിക്കും. നമ്മൾ ഇതുവരെ പറഞ്ഞ കാരണങ്ങളൊന്നും കൂടാതെ ഡൗൺ സിൻഡ്രം, സാമൂഹികമായിട്ടുള്ള ഒറ്റപ്പെടൽ, വിഷാദരോഗം, ബൈപ്പോളർ ഡിസോർഡർ, നീണ്ടു നിൽക്കുന്ന ഉറക്കക്കുറവ്, തലയ്ക്ക് സംഭവിക്കുന്ന ആഘാതങ്ങൾ, അമിതമായിട്ടുള്ള മദ്യപാനം, പുകവലി, പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ, അതിരക്തസമ്മർദ്ദം, അമിതവണ്ണം, ഹൃദയസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, മസ്തിഷ്കാഘാതം, അടുത്ത ബന്ധുക്കളിൽ ആർക്കെങ്കിലുമുള്ള മറവി രോഗം എന്നിവയും ഈ ഡിമെൻഷ്യ വരാനുള്ള കാരണങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നു. ചുരുക്കത്തിൽ ഡിമെൻഷ്യ എന്നത് ഒരു രോഗാവസ്ഥ മാത്രമാണ്. നിരവധി രോഗങ്ങൾ കൊണ്ട് ഈ അവസ്ഥയുണ്ടാകാം. അവയിൽ ചിലതെങ്കിലും ചികിത്സിച്ച് മാറ്റാവുന്ന രോഗങ്ങളാണ്. ഡിമെൻഷ്യ ഉള്ളവരെ എല്ലാവരെയും ബാധിച്ചിട്ടുള്ളത് ഭേദമാകാത്ത രോഗമാണ് എന്ന് കരുതേണ്ടതില്ല. ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന രോഗം കൊണ്ടാണോ ഡിമെൻഷ്യ ഉണ്ടായിരിക്കുന്നത് എന്നത് ചികിത്സയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഡിമെൻഷ്യ ഉണ്ടാകുന്ന രോഗം കണ്ടെത്തുമ്പോഴേ ഇതിൻ്റെ രോഗനിർണയം പൂർത്തിയാകുന്നുള്ളൂ. ചികിത്സയും അതിനെ അടിസ്ഥാനപ്പെടുത്തിയാകണം. ഇത് ഏറെ പ്രധാനമാണ്. ഇക്കാര്യത്തിൽ അവസാന വാക്ക് എപ്പോഴും ഒരു ക്വാളിഫൈഡ് ഡോക്ടറുടേത് മാത്രമാണ്. ഏതിനും സംശയങ്ങൾ ഒരു വിദഗ്ധ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം ദൂരീകരിക്കുന്നതായിരിക്കും സുരക്ഷിതം. നമ്മുടെ ഉറ്റവർക്ക് ആർക്കെങ്കിലും ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് എങ്ങനെ അറിയാനാകും? ഈ ഡിമെൻഷ്യയുടെ പ്രത്യേകത ഈ കോശങ്ങൾക്കുണ്ടാകുന്ന നാശം അല്ലെങ്കിൽ പ്രവൃത്തിക്ഷയം പ്രോഗ്രസീവ് ആണ് എന്നുള്ളതാണ്. അത് തുടക്കത്തിൽ വളരെ മൈൽഡായിട്ട് വരുന്ന ലക്ഷണങ്ങൾ മുന്നോട്ട് പോകുന്തോറും കൂടുതൽ വഷളായി വരും. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നിങ്ങനെ 3 സ്റ്റേജുകളുണ്ട് ഡിമെൻഷ്യയ്ക്ക്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രോഗ്രഷൻ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ഓരോരുത്തരുടെയും ഡിമെൻഷ്യ ജേർണി വ്യത്യസ്തമായിരിക്കാം. മൈൽഡ് സ്റ്റേജിൽ ഏറെ സ്വാഭാവികമായിട്ടുള്ള ജീവിതം നയിക്കാൻ ഒരുപക്ഷെ രോഗിക്ക് സാധിച്ചേക്കും. എന്നാൽ അതേസമയം ഓർമ്മക്കുറവും സാധനങ്ങൾ മിസ്പ്ലേസ് ചെയ്യലും മൾട്ടി ടാസ്കിങ്ങിലെ പ്രയാസങ്ങളുമൊക്കെ രോഗിയെ അലട്ടും. ഈ അടുത്ത് നടന്ന പല കാര്യങ്ങളും രോഗി മറന്നുപോകും. ഉദാഹരണത്തിന് കഴിഞ്ഞ ആഴ്ച നടന്നൊരു സംഭവത്തെക്കുറിച്ച് പാടെ മറന്നു പോവുക. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഓർമ്മയിൽ ഉണ്ടാകുമെങ്കിലും ഇങ്ങനെ വളരെ അടുത്ത കാലത്ത് നടന്ന കാര്യങ്ങൾ അവർക്ക് ഓർമ്മിക്കാൻ കഴിയാതെ പോകും. അതുപോലെ താക്കോൽ, മൊബൈൽ ഫോൺ, കണ്ണട, പേഴ്സ് തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ എവിടെയാണ് വെച്ചത് എന്ന് അവർ മറന്നുപോകും. ചിലപ്പോൾ ഇങ്ങനെ കാണാതാവുന്ന സാധനങ്ങൾ കണ്ടുകിട്ടുക ഒരു കാരണവശാലും നല്ല ബോധത്തിൽ അവ കൊണ്ടുവയ്ക്കാൻ ഇടയില്ലാത്ത ഇടങ്ങളിൽ നിന്നാകും. ഉദാഹരണത്തിന് തന്മാത്ര സിനിമയിൽ മോഹൻലാൽ ഒരു ഫയൽ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരു രംഗമുണ്ട്. സമയത്തിന് മരുന്ന് കഴിക്കാൻ മറക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച കാര്യം മറന്ന് വീണ്ടും ഭക്ഷണം ചോദിക്കുക, സ്റ്റൗ ഓഫാക്കാൻ മറക്കുക എന്നിങ്ങനെ പലതും ആ കൂട്ടത്തിൽപ്പെടും. അതുപോലെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെയോ കുടുംബാംഗങ്ങളുടെയോ ഒക്കെ പേരുകൾ പെട്ടെന്ന് ഓർത്തെടുക്കാനാവാതെ അവർ വല്ലാതെ വിഷമിക്കും. പറഞ്ഞത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അവർ. ഉദാഹരണത്തിന് വയസ്സായ അച്ഛൻ ഒരാളെ ഫോണിൽ വിളിച്ചു കൊടുക്കാൻ പറഞ്ഞ് നമ്മൾ വിളിച്ചു കൊടുത്തിട്ടുണ്ടാവും. 5 മിനിറ്റ് നേരം കഴിഞ്ഞ് വീണ്ടും അയാളെ തന്നെ വിളിച്ചു കൊടുക്കാൻ പറയും. നേരത്തെ വിളിച്ച കാര്യം തന്നെ ഓർമ്മയുണ്ടാവില്ല. അല്ലെങ്കിൽ അവർ ഒരേ ചോദ്യം വീണ്ടും ആവർത്തിച്ച് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും. ഇതേ ചോദ്യം അരമണിക്കൂർ മുമ്പ് ചോദിച്ച് നമ്മൾ ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അവർ അത് മറന്നു പോകും. അതുപോലെ സമയം ട്രാക്ക് ചെയ്യാനും ഇവർക്ക് പ്രയാസമാകും. കൃത്യമായ വാക്കുകളും പേരുകളും ഒന്നും നാക്കിൽ വരാതെയാകും. അന്നുവരെ അവർ തികഞ്ഞ ശ്രദ്ധയോടെ ചെയ്തിരുന്ന പല കാര്യങ്ങളിലും അവർക്ക് ഈ അസുഖത്തിന് ശേഷം ഫോക്കസ് കിട്ടാതെയാകും. അതോടെ ഇറിറ്റബിലിറ്റി കൂടും, തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് പ്രയാസം നേരിടും, പ്ലാനിങ്ങിലും പാളിച്ചകൾ വരും. ഇന്നത്തെ ദിവസമോ ആഴ്ചയോ മാസമോ ഒക്കെ അവർ മറന്നുപോകും. നേരത്തെ ബുക്ക് ചെയ്ത ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് അവർ പാടെ മറക്കും. ഈ ലക്ഷണങ്ങൾ മൈൽഡ് സ്റ്റേജിൽ വളരെ നേരത്തെ രീതിയിലായിരിക്കും തുടങ്ങുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഇത് വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളാകാമെന്ന് കരുതി അവഗണിക്കാറുണ്ട്. എന്നാൽ ചെറിയ മറവികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ലക്ഷണങ്ങൾ ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വളരെ അധികമായിട്ട് അത് ആവർത്തിച്ചു വരുമ്പോൾ മാത്രമാണ് അത് ഡിമെൻഷ്യയുടെ ലക്ഷണമാണോ എന്ന സംശയം നമുക്കുണ്ടാകേണ്ടത്. മോഡറേറ്റ് സ്റ്റേജിൽ ഈ രോഗികൾ പ്രൈമറി കെയർ ഗിവറിനെ ആശ്രയിക്കുന്നത് വല്ലാതെ കൂടും. ഏർലി സ്റ്റേജിൽ കണ്ടിരുന്ന ലക്ഷണങ്ങളുടെ തീവ്രത ഇരട്ടിക്കും. ഓർമ്മക്കുറവ് കൂടുതൽ ശക്തമാകും. അടുത്ത് നടന്ന സംഭവങ്ങൾ, അടുത്ത് പരിചയപ്പെട്ട വ്യക്തികളുടെ പേരുകളൊക്കെ പാടെ മറക്കും. സ്വന്തം പേഴ്സണൽ ഇൻഫർമേഷൻ പോലും ഓർത്തെടുക്കാൻ പ്രയാസം നേരിടും. വർഷങ്ങളായിട്ട് പോകുന്ന കടയിലേക്കോ അല്ലെങ്കിൽ പതിവായിട്ട് പോകുന്ന വഴികളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വഴി മറന്നുപോകും. ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി സ്വന്തം വീട്ടിലേക്കുള്ള വഴി പോലും അവർ മറന്നുപോകും. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ ഇറങ്ങിയിരുന്ന ബസ് സ്റ്റോപ്പ് മറന്ന് പിന്നെ എവിടെ ഇറങ്ങണമെന്ന് ആലോചിച്ച് ആശങ്കപ്പെട്ട് ബസ്സിൽ തന്നെ ഇരുന്നു പോകും അവർ. ഡിസോറിയന്റേഷൻ അഥവാ ദിശാബോധം നഷ്ടപ്പെടുന്ന അവസ്ഥ അവർക്ക് വല്ലാതെ വരും. മറ്റുള്ളവരുമായിട്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ അവർക്ക് കൂടുതൽ ദുഷ്കരമാകും. കുളി, പല്ലുതേപ്പ്, വസ്ത്രധാരണം, ഭക്ഷണം കഴിക്കൽ,
ടോയ്ലറ്റിൽ പോവൽ എന്നിങ്ങനെ അന്നുവരെ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ദൈനംദിന കർമ്മങ്ങൾ നടക്കണമെങ്കിൽ പിന്നീട് അങ്ങോട്ട് പരസഹായം കൂടിയേ തീരൂ എന്നാകും. അതുപോലെ ഒരേ ചോദ്യം തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുക അല്ലെങ്കിൽ അർത്ഥമില്ലാതെ ഒരേ പ്രവൃത്തികൾ ആവർത്തിച്ച് ചെയ്യുക എന്നതും ഈ ഘട്ടത്തിൽ വളരെ സാധാരണമായി കൂടുതൽ ശക്തമായി നടക്കും. ദൂരവും ആഴവും മനസ്സിലാക്കാനുള്ള കഴിവ് കുറയുന്നത് കൊണ്ട് അവർ നടക്കുമ്പോൾ തട്ടി വീഴാനോ വസ്തുക്കളിൽ ഇടിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഒരു ചായക്കടയിൽ ചെല്ലുമ്പോൾ നല്ല ചൂടുള്ള ചായ കപ്പിൽ ഒഴിച്ചു കൊടുത്താൽ അവരത് അതുപോലെ ചെന്ന് അശ്രദ്ധമായി എടുത്ത് ചായ കയ്യിലോ ദേഹത്തോ ഒക്കെ തൂവാൻ ഇടയുണ്ട്. ഈ സ്റ്റേജിൽ ആശയവിനിമയത്തിനുള്ള പ്രയാസവും സാധാരണയായിട്ട് വർദ്ധിക്കാറുണ്ട്. തലച്ചോറിലെ ഭാഷ കൈകാര്യം ചെയ്യുന്ന കോശങ്ങളെ രോഗം ബാധിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം. സ്വന്തം ചിന്തകൾ മറ്റുള്ളവരെ അറിയിക്കാനും മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാനും ഇവർക്ക് വലിയ പ്രയാസം നേരിടും. ഉദാഹരണത്തിന് അനോമിയ അഥവാ ശരിയായ വാക്കുകൾ കിട്ടാതിരിക്കുക. സംസാരിക്കുമ്പോൾ നിത്യജീവിതത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും അവർക്ക് പെട്ടെന്ന് ഓർമ്മ വരാതിരിക്കും. ഉദാഹരണത്തിന് കണ്ണട എന്ന് പറയുന്നതിന് പകരം അവർ കണ്ണിൽ വെക്കുന്ന സാധനം എന്ന് പറയുകയോ അല്ലെങ്കിൽ തീർത്തും ബന്ധമില്ലാത്ത മറ്റേതെങ്കിലും ഒരു വാക്ക് അതിന് പകരം ഉപയോഗിക്കുകയോ ചെയ്യും. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാവാതെ അവരുടെ പങ്കാളികൾ വല്ലാതെ കുഴങ്ങും. അതുപോലെ ഒരു ലക്ഷണമാണ് സംസാരം പാതി വഴിയിൽ നിർത്തുന്നത്. എന്തിനെങ്കിലും പറ്റി വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവരെന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നത് അവർ തന്നെ മറന്നുപോകും. അതോടെ ആ സംസാരം പാതി വഴി നിർത്തി അവർ കിളി പോയ പോലെ നിന്നു പോവുകയും ചെയ്യും. മറ്റൊന്നുള്ളത് മറ്റുള്ളവർ സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ പോകുന്നതാണ്. മറ്റുള്ളവർ സാമാന്യത്തിൽ കവിഞ്ഞ നീളമുള്ള വാചകങ്ങളിൽ സംസാരിച്ചാൽ പിന്നെ ഇവർക്കൊന്നും മനസ്സിലാകാതെ പോകും. ടി വിയിൽ നടക്കുന്ന ചർച്ചകളും മറ്റും മുമ്പ് ശ്രദ്ധയോടെ കേട്ട് രസിച്ചിരുന്ന അവർക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാവില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ അക്ഷരങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനും അതുപോലെ സ്വന്തമായി എഴുതാനുമുള്ള കഴിവുകളൊക്കെ നഷ്ടപ്പെടും. പത്രം വായിക്കുന്ന ശീലമുള്ളവർ അത് നിർത്താൻ ഇത് കാരണമാകും. അതുപോലെ സംസാരത്തിന് പകരം ഇവർ ആംഗ്യങ്ങളെ ആശ്രയിച്ചു തുടങ്ങും. വാക്കുകൾ കിട്ടാതെ വരുമ്പോൾ മുഖഭാവങ്ങൾ കൊണ്ടോ കൈകൾ കൊണ്ടോ ആംഗ്യങ്ങളിലൂടെയൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കൂടുതലായിട്ട് ശ്രമിക്കും. എന്നാൽ അങ്ങനെ ചെയ്യാനുള്ള മടി കൊണ്ട് അവർ ചിലപ്പോൾ സംസാരിക്കുന്നത് തന്നെ വല്ലാതെ കുറയ്ക്കുകയും ചിലപ്പോൾ തീർത്തും മിണ്ടാതെയാവുകയും ചെയ്തേക്കാം. രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് ഇവരിൽ ഈ ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചു വരും. അതുകൊണ്ട് തന്നെ ഡിമെൻഷ്യ രോഗികളോട് സംസാരിക്കുമ്പോൾ ലളിതമായിട്ടുള്ള വാക്കുകളും ചെറിയ വാചകങ്ങളും ഉപയോഗിക്കാനും അവർക്ക് പറയാനുള്ളത് ക്ഷമയോടെ കേട്ടിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഡിമെൻഷ്യ രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് പെരുമാറ്റത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരും. അന്നുവരെ തികച്ചും സൗമ്യമായി മാത്രം ഉറ്റവരോട് ഇടപെട്ടിരുന്ന വ്യക്തി വളരെ പെട്ടെന്ന് ഒരു ക്ഷിപ്രകോപിയായിട്ട് മാറും. സദാസമയം ഇവർ ഇറിറ്റേഷനിലായിരിക്കും. ചുമ്മാതിരിക്കുമ്പോൾ ആരോടും പറയാതെ പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെ ഇവർ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി എന്നിരിക്കും. ഈ ഒരു ഘട്ടത്തിൽ രോഗികൾക്ക് രാത്രിയിൽ ഉറക്കം കുറയുകയും പകൽ സമയത്ത് അവർ കൂടുതൽ ഉറങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, അതായത് സ്ലീപ്പ് വേക്ക് സൈക്കിൾ ഡിസ്ട്രപ്ഷൻ കണ്ടുവരാറുണ്ട്. ചിലരിൽ വൈകുന്നേരങ്ങളിൽ അസ്വസ്ഥതയും ആശയക്കുഴപ്പവും വർദ്ധിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയും ഈ ഘട്ടത്തിൽ പ്രകടമാകാറുണ്ട്. ചില രോഗികളിൽ ഡെലൂഷനുകളും പതിവാണ്. തങ്ങളുടെ സാധനങ്ങൾ ആരെങ്കിലും മോഷ്ടിച്ചു എന്നോ വീട്ടിൽ അപരിചിതർ വരുന്നുണ്ടെന്നോ ഒക്കെയുള്ള തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ അവർക്കുണ്ടായേക്കാം. അപൂർവമായിട്ട് കാഴ്ചയിലോ കേൾവിയിലോ ഇല്ലാത്ത കാര്യങ്ങൾ അനുഭവപ്പെടുന്ന ഹാലൂസിനേഷനുകളും ഇവർ ഈ അവസ്ഥയിൽ അനുഭവിക്കാറുണ്ട്. ഈ ഒരു മോഡറേറ്റ് ഘട്ടത്തിൽ കാണുന്ന മറ്റൊരു പ്രധാന ലക്ഷണമാണ് ഇംപെയർഡ് ജഡ്ജ്മെന്റ് ആൻഡ് ലോസ് ഓഫ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്നുള്ളത്. അഥവാ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ലായ്മ അല്ലെങ്കിൽ യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ട്. ശരിയും തെറ്റും തിരിച്ചറിയാനും ഒരു കാര്യത്തിന്റെ ഭവിഷ്യത്തുകൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് ക്രമേണ ഇവർക്ക് നഷ്ടപ്പെടും. ഉദാഹരണത്തിന് സാമ്പത്തിക കാര്യങ്ങളിലെ വിവേകമില്ലായ്മ, പണത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുക. ഈ ഘട്ടത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ അവർ ധാരാളം പണം ചിലവാക്കി എന്നിരിക്കും. അതുപോലെ പണം എണ്ണിത്തിട്ടപ്പെടുത്താനും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. വളരെ എളുപ്പത്തിൽ ഇവർ തട്ടിപ്പുകാർക്ക് ഇരയായി എന്നിരിക്കും. കൃത്യസമയത്ത് ബില്ലുകൾ അടയ്ക്കാൻ കഴിയാതെ വരിക ഇതിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഇങ്ങനെ യുക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നതിന്റെ മറ്റൊരു പ്രധാന ഉദാഹരണം കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത വസ്ത്രധാരണമാണ്. ഉദാഹരണത്തിന് കടുത്ത ചൂടുള്ള സമയത്ത് ഇവർ ചിലപ്പോൾ കമ്പിളി വസ്ത്രങ്ങൾ ധരിച്ച് വന്നെന്നിരിക്കും. അല്ലെങ്കിൽ നല്ല മഴയും തണുപ്പും ഒക്കെ ഉള്ളപ്പോൾ വളരെ കനം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചും ഇവർ വരാം. അതിവർക്ക് തണുപ്പോ ചൂടോ അനുഭവപ്പെടാത്തതുകൊണ്ടല്ല, ആ സെൻസറി റെസ്പോൺസുകൾക്ക് അനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള മസ്തിഷ്കത്തിന്റെ സവിശേഷ സിദ്ധി ഈ അസുഖം കാരണം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അതുപോലെ ഒരു ഡിമെൻഷ്യ ബാധിതന് പ്രയാസം നേരിടുന്ന മറ്റൊരു കാര്യം അടിയന്തര ഘട്ടങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അടുപ്പിൽ നിന്ന് തീ പടർന്നു പിടിക്കുകയോ അല്ലെങ്കിൽ പാല് തിളച്ചു തൂവുകയോ ഒക്കെ ചെയ്യുന്നത് കണ്ടാലും പെട്ടെന്ന് എന്ത് ചെയ്യണം, ആരെ വിളിക്കണമെന്ന് അവർക്ക് അറിവുണ്ടാവില്ല. പോകെ വ്യക്തി ശുചിത്വം പാലിക്കുന്നതിലും അവർക്ക് വിമുഖത കണ്ടേക്കാം. ദിവസങ്ങൾ ചിലപ്പോൾ അവർ കുളിക്കുകയോ പല്ല് തേക്കുകയോ ഒന്നും ചെയ്യാതെ ഇരുന്നേക്കാം. അതവർക്ക് കുളിക്കാനോ പല്ല് തേക്കാനുള്ള മടി കൊണ്ടല്ല, തങ്ങൾ കുളിച്ചു എന്നോ അല്ലെങ്കിൽ പല്ല് തേച്ചോ എന്നൊക്കെ അവർ കരുതുന്നതുകൊണ്ടാണ്. അങ്ങനെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുന്ന തലച്ചോറിലെ കോശങ്ങൾക്ക് ക്ഷയം സംഭവിക്കുന്നത് കൊണ്ടും ഇത് പിന്നീട് അങ്ങോട്ട് ഉണ്ടാകാറുണ്ട്. അതുപോലെ നിരവധി സ്റ്റെപ്പുകളുള്ള സങ്കീർണമായ പ്രവൃത്തികൾ ചെയ്യാനും ഈ ഘട്ടത്തിൽ അവർക്ക് പ്രയാസമുണ്ടാവും. ഉദാഹരണത്തിന് പാചകം അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഒക്കെ പോകെ ഇവർക്ക് ദുഷ്കരമാകും. ഈ ഒരു ഘട്ടത്തിൽ തലച്ചോറിലെ ഏത് ഭാഗത്തെ കോശങ്ങൾക്കാണ് ക്ഷയം സംഭവിച്ചത് എന്നതിനനുസരിച്ച്
ചിലപ്പോൾ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം, എന്തു പറയണം എന്നുള്ള നിയന്ത്രണം പോലും നഷ്ടമാകാം. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആളുകളോട് അനുയോജ്യമല്ലാത്ത രീതിയിലോ മോശമായ ഭാഷയിലോ ഒക്കെ ഇവർ പെരുമാറിയെന്നിരിക്കും. ചുരുക്കത്തിൽ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനായാസം എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങൾ പോലും ഇവർക്ക് ഈ ഘട്ടത്തിൽ വലിയൊരു വെല്ലുവിളിയായിട്ട് മാറും. രോഗി സിവിയർ സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ പരാശ്രയത്വം അതിന്റെ പരമാവധിയിലെത്തും. മിഡിൽ സ്റ്റേജിൽ കാണിച്ചിരുന്ന ലക്ഷണങ്ങൾ കൂടുതൽ വഷളാകും. മെമ്മറി ഡിസ്റ്റർബൻസുകൾ കൂടുതൽ കടുക്കും. ഉറ്റ ബന്ധുക്കളെയും ആത്മമിത്രങ്ങളെയും ഒന്നും തിരിച്ചറിയാതെയാകും. പരിചിതമായിട്ടുള്ള മുഖങ്ങളെ തിരിച്ചറിയാൻ അവരുടെ കണ്ണുകൾക്ക് കഴിയുമെങ്കിലും ആ മുഖം കാണുമ്പോൾ തലച്ചോറിൽ നിന്ന് ലഭിക്കേണ്ട വൈകാരികമായിട്ടുള്ള പ്രതികരണം, ഇമോഷണൽ റെസ്പോൺസ് ഇല്ലാതെയാകുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മുഖം തിരിച്ചറിയുന്ന സിസ്റ്റവും, അതായത് വിഷ്വൽ റെക്കഗ്നിഷൻ സിസ്റ്റവും അത് നൽകുന്ന വൈകാരികമായിട്ടുള്ള അനുഭവം തമ്മിലുള്ള ബന്ധം വേർപ്പെടുന്ന ഒരു വിഷ്വൽ ഇമോഷണൽ ഡിസ്കണക്ട് സംഭവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന് വില്യന്നൂർ എസ് രാമചന്ദ്രൻ തന്റെ ഫാൻറ്റംസ് ഇൻ ദ ബ്രെയിൻ എന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. രോഗം വല്ലാതെ വഷളാകുന്ന ഈ ഒരു ഘട്ടത്തിൽ സ്വന്തം പേര് ചോദിച്ചാൽ പോലും രോഗിക്ക് ഒരു പക്ഷേ പറയാൻ സാധിക്കണമെന്നില്ല. അതുപോലെ ആളുകളോട് സംസാരിക്കാനും കാര്യമായ പ്രയാസം നേരിടും. ശരീരത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ചലനശേഷി പോലും കുറഞ്ഞു വരും. എന്തിനും ഏതിനും ഒരാൾ പിടിച്ച് കൂടെ ഉണ്ടാകണം എന്ന അവസ്ഥ വരും. നേരത്തെ പറഞ്ഞ ക്ഷോഭവും ഇറിറ്റബിലിറ്റിയും ഒക്കെ അതിന്റെ പരകോടിയിലെത്തും. ഇതിനൊക്കെ പുറമെ പലതരത്തിലുമുള്ള സെക്ഷൽ ഡിസിൻഹിബിഷൻ, അതായത് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ സെയിം സെക്സിലുള്ളവരോട് അശ്ലീല കമന്റുകൾ പറയുക, അവരെ ചെന്ന് മോശമായിട്ട് സ്പർശിക്കുക, ലൈംഗികമായിട്ട് ലാളിക്കാൻ ശ്രമിക്കുക, പൊതുജനമധ്യത്തിൽ ചെന്ന് നിന്ന് വിവസ്ത്രരാകുക, അല്ലെങ്കിൽ നഗ്നതാ പ്രദർശനം നടത്തുക, സ്വകാര്യയിടങ്ങളിലോ പൊതുയിടങ്ങളിലോ വെച്ച് സെക്ഷൽ അഡ്വാൻസുകൾ നടത്തുക, ഏറ്റവും അവസാനം പബ്ലിക്കായിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ ഈ രോഗി ഡിമെൻഷ്യ അതിൻ്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലേക്ക് കടക്കുമ്പോൾ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഇത് പലപ്പോഴും ഉറ്റവർ തന്നെ ഈ വ്യക്തിയുടെ പെരുമാറ്റ വൈകല്യമായിട്ട് തെറ്റിദ്ധരിക്കാം എന്നുള്ളതാണ് ഏറ്റവും കഷ്ടമായിട്ടുള്ള അവസ്ഥ. രോഗം ഏറ്റവും മോശമായ അവസ്ഥയിലെത്തുമ്പോൾ ഭക്ഷണം ചവയ്ക്കാനും ഇറക്കാനും പോലും രോഗിക്ക് വലിയ പ്രയാസം നേരിടും. നടക്കാനുള്ള കഴിവ് പൂർണ്ണമായി നഷ്ടപ്പെടുകയോ പൂർണ്ണമായും ഇവർ കിടപ്പിലാവുകയോ ചെയ്യും. ഈ ഒരു ഘട്ടത്തിൽ പ്രതിരോധശേഷിയിൽ വല്ലാത്ത ഇടിവുണ്ടാകുന്നതുകൊണ്ട് ഇടയ്ക്കിടെയുള്ള അണുബാധകൾ, ഉദാഹരണത്തിന് മൂത്രനാളിയിലെ അണുബാധ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അണുബാധകൾ രോഗിയെ അലട്ടും. ചലനശേഷി ഇല്ലാത്തതുകൊണ്ട് പേശികൾ മുറുകുകയും കൈകാലുകൾ ഒരേ നിലയിൽ ചുരുങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യും. മലമൂത്ര വിസർജനം നിയന്ത്രിക്കാനുള്ള ശേഷി രോഗിക്ക് പൂർണ്ണമായും നഷ്ടപ്പെടും. ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം വല്ലാതെ കുറയുന്നതും ശരീരം മരുന്നുകളും ഭക്ഷണവും സ്വീകരിക്കാൻ പ്രയാസപ്പെടുന്നതും കാരണം ഈ രോഗിയുടെ ശരീരഭാരം ഗണ്യമായിട്ട് കുറയും. രോഗി വല്ലാതെ ക്ഷീണിച്ച് കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത പരുവത്തിലാകും. കിടപ്പ് നിരന്തരം തുടരുന്നതോടെ ശയ്യാവ്രണങ്ങളും പതുക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗമല്ല ഡിമെൻഷ്യ. ആജീവനാന്ത പരിചരണം ഒന്നു മാത്രമാണ് ഒരു പോംവഴി. ഡിമെൻഷ്യ ബാധിതരെ തീർത്തും നിസ്വാർത്ഥമായി 24 മണിക്കൂറും പരിചരിക്കാൻ നിയോഗമുണ്ടാകുന്ന അവരുടെ ഉറ്റ ബന്ധുക്കളെ ഏറ്റവും അധികം അലട്ടുന്ന സംശയങ്ങളിലൊന്ന് അവർ ഉചിതമായ രീതിയിൽ എങ്ങനെ പരിചരിക്കാനാകും എന്നതാണ്. ഈ ഒരു കാര്യമാണ് സാമാന്യം വിശദമായി തന്നെ ഇനി നമ്മൾ പരിഗണിക്കാൻ പോകുന്നത്. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയിലെ കേന്ദ്ര വയോജന വിഭവ കേന്ദ്രത്തിന്റെ ഡയറക്ടറായിരുന്ന ഡോക്ടർ KS ഷാജിയുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കപ്പെട്ട രൂപരേഖയാണ് ഇതിനാധാരം. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഡിമെൻഷ്യ ഡയഗ്നോസ് ചെയ്യപ്പെട്ടാൽ നമ്മുടെ മനസ്സിൽ അടുത്തായിട്ട് ഉടലെടുക്കുന്ന പലപ്പോഴും ഉത്തരം കിട്ടാതെ പോകുന്ന ഒരു ചോദ്യം, ഇത് എത്ര നാൾ നീണ്ടു നിൽക്കും ഈ രോഗം എന്നുള്ളതാണ്. ഡിമെൻഷ്യയ്ക്ക് കാരണമായിട്ടുള്ള മൂലരോഗം, രോഗം വന്നുവിടുന്ന പ്രായം, രോഗിയുടെ ആരോഗ്യസ്ഥിതി, അയാൾക്ക് കിട്ടുന്ന കെയറിൻ്റെ ക്വാളിറ്റി, ഇത്രയും ഘടകങ്ങളെ ആശ്രയിച്ചാണ് അതിരിക്കുന്നത്. മയോ ക്ലിനിക്ക് നടത്തിയിട്ടുള്ള ഒരു പഠനം സൂചിപ്പിക്കുന്നത് 3 വർഷം മുതൽ 20 വർഷം വരെ ഇത് നീണ്ടു നിന്നേക്കാമെന്നാണ്. ആൽസൈമേഴ്സ് ഡിമെൻഷ്യ ബാധിക്കുന്ന രോഗികൾ പൊതുവെ ആരോഗ്യമുള്ളവരാണ് എങ്കിൽ 8 മുതൽ 10 വർഷം വരെയും തുടർന്ന് ജീവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. രോഗികൾ മിക്കവാറും മരിച്ചു പോവുക ഡിമെൻഷ്യ കാരണമായിരിക്കില്ല, മറ്റു രോഗങ്ങൾ കാരണമാകും. ഉദാഹരണത്തിന് ന്യൂമോണിയ, സ്ട്രോക്ക്, കാർഡിയാക് അറസ്റ്റ്, സെപ്റ്റിസീമിയ പോലുള്ള ഇൻഫെക്ഷൻ, ഇതൊക്കെ കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ കാരണമായിരിക്കും മരണം സംഭവിക്കുക. രോഗം മൂർച്ഛിക്കുന്ന മുറയ്ക്ക് രോഗികൾക്ക് ഭക്ഷണം ഇറക്കാനും എഴുന്നേറ്റ് നടക്കാനും കൈകാലുകൾ ചലിപ്പിക്കാനും അണുബാധകളെ ചെറുക്കാനും ഒക്കെയുള്ള ശേഷികൾ നഷ്ടമാകും. അതുകൊണ്ട് തന്നെ ഡിമെൻഷ്യ ബാധിക്കുന്ന രോഗികൾക്ക് ഏറ്റവും മികച്ച പരിചരണം തന്നെ അതിന് സ്വന്തം വീട്ടിലായാലും വൃദ്ധസദനത്തിലായാലും ആശുപത്രിയിലായാലും നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ 3 ഓപ്ഷനുകളിൽ എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ പാർപ്പിച്ച് രോഗിയെ പരിചരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ രോഗികൾ പരിപൂർണമായും കെയർ ഗിവർമാരെ ആശ്രയിക്കുമെന്നുള്ളത് കൊണ്ട് ഇത് അവരെ സ്നേഹിക്കാനും അവരെ ക്ഷമയോടെ പരിചരിക്കാനും ഒക്കെയുള്ള ഒരു അവസരമായി പോലും നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഡിമെൻഷ്യ ബാധിച്ച നിങ്ങളുടെ ഉറ്റവരുടെ പരിചരണം ചില സമയങ്ങളിലെങ്കിലും ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. എന്നിരുന്നാലും അതൊക്കെ കൈകാര്യം ചെയ്യാൻ വഴികളുണ്ട്. ഒന്ന്, രോഗിയുടെ ദിനചര്യകൾ ക്രമീകരിക്കുക. രോഗബാധയ്ക്ക് മുമ്പുണ്ടായിരുന്നതിനോട് കഴിയുന്നത്ര സാമ്യമുള്ള രീതികളിൽ അവരുടെ ദിനചര്യ ക്രമീകരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. രോഗിക്ക് ചെയ്യേണ്ട നിത്യദാന പ്രവൃത്തികൾ ലളിതമായാൽ ഒരു എളുപ്പമുണ്ട്. തനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം രോഗിയെ സ്വയം ചെയ്യാൻ തന്നെ പ്രോത്സാഹിപ്പിക്കുക. തീരെ പറ്റാതെ വരുമ്പോൾ മാത്രമേ പൂർണ്ണമായും സഹായിക്കാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുക, കുളിക്കുക, ഇതിലൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രം ആദ്യം ചെയ്തു കൊടുക്കുക. ആവശ്യം വരുന്നതിനനുസരിച്ച് കൂടുതലായിട്ട് സഹായിക്കാം. ഡിമെൻഷ്യയുള്ള ഒരു വ്യക്തിക്ക് നിഷ്ഠയോടുകൂടിയ ദിനചര്യ സുരക്ഷിതത്വ ബോധം പകർന്നു കൊടുക്കും. അത് അവരുടെ ആത്മാഭിമാനം നിലനിർത്തുകയും ശുശ്രൂഷകന് മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. നിങ്ങൾ ഈ പരിചരിക്കുന്ന രോഗി അത്യന്തം ലോലമായി വികാരങ്ങളുള്ള
ആത്മാഭിമാനമുള്ളൊരു മനുഷ്യനാണ് എന്ന് ഓർക്കുക. നമ്മുടെ വാക്കും പ്രവൃത്തികളും അവർക്ക് അലോസരം ഉണ്ടാകാതെ നമ്മൾ നോക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, രോഗം ബാധിച്ച വ്യക്തിയുടെ സാന്നിധ്യത്തിൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ല എന്നതാണ്. അവരുടെ പ്രവൃത്തികൾ നിങ്ങളെ എത്ര കണ്ട് വെറിപിടിപ്പിക്കുന്നുണ്ട്, അവരുടെ വിവേചന ബുദ്ധി കൂടാതെയുള്ള പെരുമാറ്റം നിങ്ങളെ എത്ര കണ്ട് പ്രകോപിപ്പിക്കുന്നുണ്ട് എങ്കിലും അവരുമായിട്ട് നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടൽ ഒഴിവാക്കുക. അത് നിങ്ങൾക്കും ഡിമെൻഷ്യ ബാധിതനായിട്ടുള്ള വ്യക്തിക്കും അനാവശ്യമായിട്ടുള്ള പിരിമുറുക്കം ഉണ്ടാക്കും. സംഘർഷം സംഗതികളെ കൂടുതൽ വഷളാക്കുകയുള്ളൂ. ഇതൊരു രോഗമാണ്, അവരുടെ തെറ്റല്ല എന്നത് എപ്പോഴും ഓർക്കുക. അതുപോലെ ഡിമെൻഷ്യ ബാധിച്ച വ്യക്തിയോട് തമാശകൾ പറയാനും ചിരിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. നർമ്മത്തിന് സമ്മർദ്ദത്തിൽ നിന്ന് ആശ്വാസം നൽകാൻ കഴിയും. രോഗികളുടെ വ്യക്തി സുരക്ഷ ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ്. കാരണം ഡിമെൻഷ്യ ഉള്ളവർക്ക് അബദ്ധവശാൽ വീണ് മുറിവുകളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതുകൊണ്ട് വീട് പരമാവധി സുരക്ഷിതമായിട്ട് കൊണ്ടു നടക്കുക. അപകട സാധ്യതയുള്ള സാഹചര്യങ്ങൾ തിരിച്ചറിയാനും അത് ഒഴിവാക്കാനും രോഗബാധിതനായിട്ടുള്ള വ്യക്തിക്ക് പറ്റിയെന്ന് വരില്ല. അത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് അത് തടയാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ നിത്യേന അവരെ കൊണ്ട് സാധിക്കുന്ന മറ്റുള്ള വ്യായാമങ്ങൾ ചെയ്യിക്കുക. എത്ര ചെറുതാണെങ്കിലും ഈ വ്യായാമം ആ വ്യക്തിയുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. ഡിമെൻഷ്യ ബാധിച്ചവരിൽ പലതരത്തിലുമുള്ള പെരുമാറ്റ പ്രശ്നങ്ങൾ സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. അതിൽ പ്രധാനം രോഗിക്ക് വ്യക്തിശുചിത്വം പാലിക്കാൻ പറ്റാതെ വരും എന്നുള്ളതാണ്. ഡിമെൻഷ്യ ബാധിച്ച വ്യക്തിക്ക് അസുഖത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ പല ദിനകൃത്യങ്ങളും സ്വയം ചെയ്യാൻ സാധിച്ചെന്നിരിക്കും. എന്നാൽ രോഗമേറുന്തോറും സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാനുള്ള കഴിവ് ക്രമേണ കുറഞ്ഞു വരും. പരസഹായത്തിന്റെ ആവശ്യകത വർദ്ധിക്കുകയും ചെയ്യും. ഒടുവിൽ എല്ലാത്തിനും പരസഹായം ആവശ്യമായി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. കുളിക്കുക, വസ്ത്രം മാറുക എന്നതൊക്കെ ആത്മാഭിമാനമുള്ള ഒരു വ്യക്തി സ്വയം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഡിമെൻഷ്യ ബാധിതന് ഇക്കാര്യത്തിൽ പരാശ്രയത്വം വരുന്നത് പലപ്പോഴും ഒരു അഭിമാനക്കുറവായിട്ട് തോന്നിയേക്കാം. അതിന്റെ പേരിൽ അവർ പരിചരിക്കുന്നവരോട് കലഹിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്നിരുന്നാലും ഡിമെൻഷ്യ ബാധിച്ചവരെ പരമാവധി ക്ഷമയോടെ ഏറ്റവും ശുചിയായി തന്നെ സൂക്ഷിക്കാൻ പരിശ്രമിക്കുക. കുളിപ്പിക്കലും വസ്ത്രം ധരിപ്പിക്കലും ഒക്കെ ലളിതമാക്കാനുള്ള വഴികൾ നോക്കുക. അവർ ഏത് രീതിയിൽ കുളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് അറിയാൻ ശ്രമിക്കുക. അതായത് അവർക്ക് ഇഷ്ടമുള്ള സോപ്പ് ഏതാണ്, ചൂടുവെള്ളമാണോ അതോ തണുത്ത വെള്ളമാണോ, ഏത് സമയത്താണ് കുളിക്കാൻ ഇഷ്ടം, ഇതൊക്കെ കൃത്യമായിട്ട് ചോദിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ച് റെഡിയാക്കി നൽകുക. അതുപോലെ കുളിപ്പിക്കുമ്പോൾ വെള്ളമൊഴിക്കുക, സോപ്പ് തേക്കുക, തുവർത്തുക തുടങ്ങി സ്വന്തം ചെയ്യാൻ പറ്റുന്നതൊക്കെ സ്വയം ചെയ്യാൻ തന്നെ അവരെ അനുവദിക്കുക. അതുപോലെ രോഗി ജീവിതത്തിൽ അന്നുവരെ ബക്കറ്റിൽ വെള്ളമെടുത്ത് കോരി ഒഴിച്ച് കുളിച്ചു മാത്രം ശീലിച്ചിട്ടുള്ള ആളാണെങ്കിൽ അത് തന്നെ ചെയ്യുക. അവരെ പെട്ടെന്നൊരു ദിവസം ഷവറിന് കീഴിൽ കൊണ്ടുവന്ന് നിർത്തരുത്. അതുപോലെ നമ്മളിതാ കുളിക്കാൻ പോവുകയാണ്, നമ്മളിപ്പോൾ കുളിക്കുകയാണ് എന്നൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ ആവർത്തിക്കുന്നത് രോഗിക്ക് ആ പ്രവൃത്തികൾ രജിസ്റ്റർ ചെയ്യാൻ സഹായകമാകാം. ഇനി ഒരു പക്ഷേ രോഗി കുളിക്കാൻ വിസമ്മതിക്കുന്നുവെങ്കിൽ അല്പസമയത്തിന് ശേഷം വീണ്ടും അതൊന്ന് പറഞ്ഞു നോക്കുക. ഒരുപക്ഷെ അവർ സമ്മതിച്ചെന്നിരിക്കും. രോഗിക്ക് നമ്മൾ കുളിക്കാൻ വിളിക്കുമ്പോൾ നാണം തോന്നുന്നുണ്ടെങ്കിൽ കുളിപ്പിക്കുമ്പോൾ അവരുടെ ശരീരം ഒരു വസ്ത്രം കൊണ്ട് മറയ്ക്കാം. രോഗിയുടെ സ്വകാര്യത വളരെ പ്രധാനമാണ്. കഴിവതും രോഗിയെ ഇരുന്ന് കുളിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ഇത് കുളിക്കിടയിൽ വഴുതി വീഴാനുള്ള സാധ്യത ഒഴിവാക്കാൻ സഹായിക്കും. അടുത്തൊരു കാര്യം, രോഗിയുടെ വസ്ത്രധാരണത്തിൽ ഉണ്ടാകാനിടയുള്ള അപാകതകളാണ്. വസ്ത്രം എങ്ങനെ ധരിക്കണം എന്നൊക്കെയുള്ള കാര്യം ഡിമെൻഷ്യ ഉള്ളവർ പലപ്പോഴും മറന്നു പോകാറുണ്ട്. വസ്ത്രം മാറ്റേണ്ട ആവശ്യം അവർ തിരിച്ചറിഞ്ഞില്ല എന്ന് പോലും വരാം. അവർ അനുചിതമായിട്ടുള്ള വേഷം ധരിച്ചോ ചിലപ്പോൾ വേഷം ധരിക്കാതെയൊക്കെ പ്രത്യക്ഷപ്പെടാം. മറ്റുള്ളവർക്ക് എന്തു തോന്നുമെന്നതിനെക്കുറിച്ച് അവർക്കപ്പോൾ തിരിച്ചറിവ് ഉണ്ടാകണമെന്നില്ല. ധരിച്ചിരിക്കുന്ന വേഷം ശരിയല്ലെങ്കിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. അതിനെപ്പറ്റി ദേഷ്യപ്പെട്ടാൽ കൂടുതൽ ആശയക്കുഴപ്പമാണ് അത് രോഗിക്ക് ഉണ്ടാക്കുക. ഈ സാഹചര്യത്തിൽ രോഗിക്ക് ധരിക്കാൻ എളുപ്പമുള്ള വസ്ത്രങ്ങൾ മാത്രം അവർക്ക് കൊടുക്കുക. ഉദാഹരണത്തിന് അവർക്ക് മുണ്ട് ചുറ്റുക പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചെറിയ പൈജാമയോ പാൻസോ ഒക്കെ ധരിപ്പിക്കുക. അതുപോലെ സിബ് ഇടുക ഡിമെൻഷ്യ രോഗികൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇലാസ്റ്റിക്കുള്ള പൈജാമകൾ ധരിപ്പിക്കുന്നതാണ് കുറെ കൂടി എളുപ്പം. ഡിമെൻഷ്യ ബാധിച്ച ഒരു രോഗിക്ക് ചിലപ്പോൾ ബട്ടൺസ് കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തയ്യൽക്കാരന്റെ സഹായത്തോടെ ബട്ടന് പകരം വെൽക്രോ വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം. രോഗം ബാധിച്ച വ്യക്തിക്കും ശുശ്രൂഷകനും ഇത് ഒരുപോലെ എളുപ്പമാകും. എല്ലാത്തിനും ഉപരിയായി രോഗിയെ കാലാവസ്ഥയ്ക്കും സാഹചര്യത്തിനും ഒക്കെ അനുസൃതമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വയ്ക്കുക. ഇനിയൊരു കാര്യമുള്ളത്, രോഗിക്ക് വിസർജനത്തിന്റെ കാര്യത്തിലുള്ള നിയന്ത്രണമില്ലായ്കയാണ്. ഡിമെൻഷ്യ ബാധിച്ച വ്യക്തിക്ക് എപ്പോഴാണ് വിസർജനത്തിന് പോകേണ്ടത്, എവിടെയാണ് കക്കൂസിൽ പോയാൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ അറിയാനുള്ള ശേഷി അധികം വൈകാതെ തന്നെ നഷ്ടപ്പെട്ടേക്കാം. അത് രോഗത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് വരുന്നതാണ്. അല്ലാതെ അതിനെ അവരുടെ പെരുമാറ്റ വൈകല്യമായിട്ട് ഒരിക്കലും കാണരുത്. ആദ്യമായിട്ട് ഇത് സംഭവിക്കുമ്പോൾ തന്നെ രോഗിയെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പരിശോധിപ്പിക്കണം. അണുബാധ കൊണ്ടും ചിലപ്പോൾ അറിയാതെ മൂത്രം പോകാറുണ്ട്. ഇങ്ങനെ രോഗി അറിയാതെ മലമൂത്ര വിസർജനം നടത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഡോക്ടറോട് നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതിൻ്റെ പേരിൽ അവരെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല. ചിലപ്പോൾ തനിക്ക് മൂത്രമൊഴിക്കണം അല്ലെങ്കിൽ തനിക്ക് കക്കൂസിൽ പോകണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാൻ രോഗിക്ക് ഭാഷാപരമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരുടെ ചില പ്രത്യേക പെരുമാറ്റങ്ങളിൽ നിന്ന് നമ്മൾ വേണം കാര്യം മനസ്സിലാക്കിയെടുക്കാൻ. ഒരു ഡിമെൻഷ്യ രോഗിയുടെ പ്രൈമറി കെയർ ഗിവർ ആദ്യം ചെയ്യേണ്ടത് രോഗിയുടെ ടോയ്ലറ്റ് ഉപയോഗത്തിന്റെ കാര്യത്തിൽ ഒരു നിശ്ചിത സമയക്രമം ഉണ്ടാക്കുക എന്നതാണ്. കൃത്യമായ ഇടവേളകളിൽ വ്യക്തിയെ കക്കൂസിലേക്ക് പോകാൻ സഹായിക്കുക അല്ലെങ്കിൽ പ്രേരിപ്പിക്കുക എന്നത് അറിയാതെ പോകുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സഹായിച്ചേക്കാം. അടുത്തതായി ഒരു പ്രൈമറി കെയർ ഗിവറിനെ അലട്ടുന്ന മറ്റൊരു സുപ്രധാന വിഷയം, ഡിമെൻഷ്യ ബാധിതനായിട്ടുള്ള രോഗി ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് അവർ ചോദിച്ചാൽ 5-10 മിനിറ്റിനുള്ളിൽ തന്നെ അവരത് മറന്നു പോകും.
വീണ്ടും അതേ ചോദ്യം അവർ ആവർത്തിച്ചെന്നിരിക്കും. ഇങ്ങനെ ചോദിച്ച കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് ചോദിക്കുന്നത് കുടുംബാംഗങ്ങൾക്ക് അവരോട് ചുണ്ടി ഉണ്ടാക്കുന്നതിനോ മടുപ്പുണ്ടാക്കുന്നതിനോ ഒക്കെ കാരണമാകാം. പക്ഷെ അവരതൊന്നും മൈൻഡ് ചെയ്യാതെ ഈ ചോദിച്ച ചോദ്യം തന്നെ ആവർത്തിച്ച് വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. ഡിമെൻഷ്യ രോഗി ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും ഒരു തരത്തിലും സഹായിക്കില്ല. അത് നിങ്ങളെ കൂടുതൽ അക്ഷമനാക്കുകയേ ഉള്ളൂ. ആ അക്ഷമ അവരെ ഏറ്റുപിടിക്കുകയും കൂടുതൽ ഉത്കണ്ഠാകുലരാകുകയും ചെയ്യും. പകരം ഇങ്ങനെ തുടർച്ചയായി ചോദ്യം ചോദിക്കുന്ന രോഗിയുടെ ശ്രദ്ധ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് തിരിച്ചുവിടുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണിച്ചു കൊടുക്കുകയോ കേൾപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വിഷയം എടുത്ത് സംസാരിക്കുക. അതോടെ ആ ചോദ്യങ്ങൾ നിലച്ചുകൊള്ളും. രോഗിയുടെ മറ്റൊരു ബിഹേവിയർ പാറ്റേൺ ഉള്ളത്, ആരാണോ രോഗിയുടെ പ്രൈമറി കെയർ ഗിവർ അയാളുമായിട്ട് 1 മിനിറ്റിന്റെ ഇടവേള പോലും കൂടാതെ പറ്റിപ്പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ വിട്ടിട്ട് പോകാൻ ഈ പറയുന്ന പ്രൈമറി കെയർ ഗിവറായിട്ടുള്ള ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒക്കെ മടിയായിരിക്കും. അത് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ പിന്നെ വേറെ ഒന്നിനും സമയം കിട്ടില്ല. ഈ വ്യക്തി ഉറങ്ങുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് ഉറങ്ങിയാലായി. അത് തന്നെ ആദ്യ പിടിച്ചിട്ടായിരിക്കും അവർ ഉറങ്ങാൻ കിടക്കുന്നത്. ഇങ്ങനൊരു വിഷമവൃത്തത്തിൽ തന്നെ എരിഞ്ഞെരിഞ്ഞില്ലാതെയായി പോവുക, അതായത് ഇംഗ്ലീഷിൽ ബേൺ ഔട്ട് എന്നൊക്കെ പറയുന്ന വാക്ക് ശരിക്കും സാർത്ഥകമായി വരുന്നത് ഒരു ഡിമെൻഷ്യ പേഷ്യൻറ്റിൻ്റെ പ്രൈമറി കെയർ ഗിവറുടെ കാര്യത്തിലാണ്. അക്ഷരാർത്ഥത്തിൽ എരിഞ്ഞില്ലാതെയായി പോകും കൂടെയുള്ള ഈ വ്യക്തി. ഡിമെൻഷ്യ എന്ന രോഗം അത് ബാധിച്ച ആളിനെ മാത്രമല്ല വിഷമത്തിലാക്കുക, രോഗിയേക്കാൾ ബുദ്ധിമുട്ടുക രോഗിയെ പരിചരിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അയാളുടെ കൂടെ 24 മണിക്കൂറും ചെലവിടുന്ന പ്രൈമറി കെയർ ഗിവർ എന്ന് നമ്മൾ വിളിക്കുന്ന ആ വ്യക്തിയാണ്. അത് ചിലപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാകാം, മകനോ മകളോ ആകാം, സഹോദരനോ സഹോദരിയോ ആകാം, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളിൽ ആരെങ്കിലും ആവാം. അയാൾക്ക് പിന്നെ ഉറക്കമുണ്ടാവില്ല, സ്വസ്ഥതയും കിട്ടില്ല. പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും ഫ്രസ്ട്രേഷനുകളും സങ്കടങ്ങളുമൊക്കെ അവരെ വന്ന് വരിഞ്ഞു മുറുക്കാം. ഇങ്ങനെ രോഗിയുടെ പ്രൈമറി കെയർ ഗിവറിന് മാനസിക സമ്മർദ്ദം ഏറുന്നതായിട്ട് തോന്നുമ്പോൾ മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി തീരും. ഇങ്ങനെ ഈ പ്രൈമറി കെയർ ഗിവറിന് പകരം വരുന്ന വ്യക്തി രോഗിക്ക് എത്ര സ്വീകാര്യരല്ലെങ്കിൽ പോലും ഈ പ്രൈമറി കെയർ ഗിവർമാർക്ക് അവനവൻ്റെ പേഴ്സണൽ കെയറിന് ഗ്രൂമിങ്ങിനൊക്കെ സമയം ചെലവഴിക്കാനുള്ള അവസരം മറ്റടുത്ത ബന്ധുക്കൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. ആ സ്വഭാവം അല്ലെങ്കിൽ ആ പതിവ് എത്രയും നേരത്തെ തുടങ്ങി വെച്ചാലേ അത് തുറന്നു പോകാൻ പറ്റൂ. ചുരുക്കത്തിൽ ഡിമെൻഷ്യ രോഗിയുടെ മാത്രമല്ല, അവരെ 24 മണിക്കൂറും കൂടെ നിന്ന് പരിചരിക്കാൻ വൈകാരികമായിട്ട് ബാധ്യസ്ഥപ്പെടുന്ന പ്രൈമറി കെയർ ഗിവറിന്റെ ദുരിതം കൂടി കാണാൻ വൈദ്യശാസ്ത്ര വിദഗ്ധർ തയ്യാറാകേണ്ടതുണ്ട്. ഡിമെൻഷ്യ രോഗികളെ പരിചരിക്കുന്നവർ അവനവൻ്റെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് അവയ്ക്കുള്ള പരിഹാരം നേടാൻ എപ്പോഴും ശ്രമിക്കേണ്ടതാണ്. ദേഷ്യക്കൂടുതൽ, ഉറക്കക്കുറവ്, വല്ലാത്ത ക്ഷീണം, ഒന്നിനും താല്പര്യമില്ലായ്മ, വിഷാദം തുടങ്ങിയവ പരിചരണം കൊണ്ടുണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തിന്റെ പ്രതിഫലനങ്ങളാണ്. 24 മണിക്കൂറുമുള്ള ഈ പരിചരണത്തിന്റെ ഭാരം ഈ വ്യക്തിക്ക് താങ്ങാനാവുന്നതിലും ഏറെയാകുന്നു എന്നതിന്റെ സൂചനകളായി വേണം ഇതിനെയൊക്കെ കണക്കാക്കാൻ. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഈ പരിചാരകർക്ക് മറ്റു കുടുംബാംഗങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ സഹായം കൂടിയേ തീരൂ. നാൻസി എൽ മേസ്, പീറ്റർ ബി റാബിൻസ് എന്നിവർ ചേർന്നെഴുതിയ ദ 36 Hour Day എന്ന പുസ്തകം ഈ പ്രൈമറി കെയർ ഗിവർമാർ നേരിടുന്ന പ്രതിസന്ധികളെയെല്ലാം തുറന്നു കാട്ടുന്ന ഒന്നാണ്. പിന്നെ ഒരു പ്രധാന പ്രശ്നമുള്ളത് രോഗിയുടെ ആക്രമണ സ്വഭാവമാണ്. അത് ചിലപ്പോൾ ഒരു വലിയ പ്രശ്നമാകാം. സാധാരണയായി ഡിമെൻഷ്യയുടെ ലേറ്റർ സ്റ്റേജുകളിലാണ് ഈ പ്രശ്നം പ്രത്യക്ഷപ്പെടുക. ആക്രമണ സ്വഭാവത്തിന് ചിലപ്പോൾ പല കാരണങ്ങളുണ്ടാകാം. ഉദാഹരണത്തിന് ഈ വ്യക്തികളുടെ കയ്യിനോ കാലിനോ ഒടിവോ ക്ഷതമോ ഒക്കെ ഉണ്ടാകാം. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. ദേഷ്യമുണ്ടാകാൻ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാരണമാവുക. അതുകൊണ്ട് ഈ വ്യക്തികളെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ച് ദേഹത്ത് ഒടിവോ ക്ഷതമോ ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കുക. അതുപോലെ ഡിമെൻഷ്യ ബാധിതർക്ക് ചിലപ്പോൾ തെറ്റായിട്ടുള്ള ചില ധാരണകൾ വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് കൂടെ നിൽക്കുന്നവർ അവരുടെ സ്വത്തുക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് അവർ കരുതാം. ആ ധാരണ ശരിയാണെന്ന് ആത്മാർത്ഥമായി തന്നെ അവർ വിശ്വസിക്കും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവർ ഈ അക്രമങ്ങൾ പ്രവർത്തിക്കുന്നത്. ഡിമെൻഷ്യ വളരെ മൂർച്ഛിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ രോഗികൾക്ക് ചിലപ്പോൾ കൂടെ നിൽക്കുന്ന കുടുംബാംഗങ്ങളെ പോലും തിരിച്ചറിയാനാവില്ല. നിങ്ങൾ അവരെ ഏതെങ്കിലും വിധത്തിൽ ഭീഷണിപ്പെടുത്തുന്ന മറ്റാരോ ആണെന്ന് അവർ തെറ്റിദ്ധരിച്ചേക്കാം. അതും അവരെ അക്രമാസക്തരാക്കും. മറ്റു ചിലപ്പോൾ അക്രമാസക്തിക്ക് കാരണം അമിതമായിട്ട് ഉത്കണ്ഠയായിരിക്കാം. എന്താണ് ഉത്കണ്ഠയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഒരേ ഒരു വഴി. ചിലപ്പോൾ ഈ അക്രമാസക്തി ഈ രോഗിയുടെ മസ്തിഷ്ക ഭാഗത്തിന് വന്ന ഗുരുതരമായിട്ടുള്ള തകരാറ് കൊണ്ടുണ്ടായതുപോലും ആകാനിടയുണ്ട്. കാരണം എന്തുമാകട്ടെ, ഈ അക്രമാസക്തി രോഗിയുടെ കുറ്റമല്ല, രോഗത്തിന്റെ ഫലമാണ് എന്ന് എപ്പോഴും ഓർക്കണം. അതുകൊണ്ട് തന്നെ അതിനോട് തികച്ചും ശാന്തനായിരിക്കുക, പുറമേക്ക് ദേഷ്യം കാണിക്കാതിരിക്കുക, എന്താണ് ഇത്തരം പെരുമാറ്റത്തിന് കാരണമെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക എന്നത് മാത്രമാണ് വഴി. ഭാവിയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതും നന്നായിരിക്കും. പരിചരിക്കുന്നവരുടെ നേർക്കുണ്ടാകുന്ന അക്രമങ്ങളുടെ പേരിൽ രോഗിയെ തിരിച്ചു തള്ളുകയോ വലിക്കുകയോ തടഞ്ഞു നിർത്തുകയോ ഒന്നും ചെയ്യരുത്. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിവൃത്തിയില്ലാതെ വരുന്ന ഘട്ടങ്ങളിൽ മാത്രമേ ഇത്തരം നടപടികൾ ചെയ്യാൻ പാടുള്ളൂ. എല്ലാ നടപടികളും പരാജയപ്പെടുകയും രോഗി അക്രമാസക്തനാകുകയും ചെയ്താൽ അതിനുള്ള പരിഹാരം തേടി നിങ്ങൾ ഡോക്ടറെ സമീപിക്കുക. ഡിമെൻഷ്യ രോഗികൾക്ക് പിന്നെയുള്ള മറ്റൊരു പ്രശ്നം എങ്ങോട്ടൊന്നില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കലാണ്. വീട് വിട്ട് പുറത്തു പോയാൽ എങ്ങനെ മടങ്ങി വരണമെന്ന് അവർക്ക് അറിയാതെ വരാം. ഇത് കുടുംബത്തിന് വലിയൊരു പ്രശ്നമായേക്കാം. രാത്രി നേരത്താണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ കാര്യങ്ങൾ
കൂടുതൽ വഷളാകും. രോഗി ഇറങ്ങി പുറത്തു പോകാതിരിക്കാൻ വേണ്ടി വീടിനുള്ളിൽ തന്നെ ചെറിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നത് മാത്രമാണ് ഒരു വഴി. എന്നാൽ അതും പറഞ്ഞ് രോഗിയെ കസേരയിൽ കെട്ടിടുന്നതും അല്ലെങ്കിൽ മുറിയിൽ അടച്ചിടുന്നതും ഒന്നും ശരിയല്ല. അതിനു പകരം പരമാവധി കൾച്ചറലി ഫിറ്റ് ആയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുക. അതുപോലെ വീട്ടിലെ പ്രധാന വാതിലുകളിൽ നോ എക്സിറ്റ് എന്നോ അപകടമെന്നോ ഒക്കെയുള്ള മുന്നറിയിപ്പ് അടയാളങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നതും നന്നായിരിക്കും. ആ വാതിലൂടെ പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ചെറിയ തടസ്സങ്ങൾ ഉപയോഗിക്കുക. ഒരു ഡിമെൻഷ്യ രോഗിക്ക് എളുപ്പത്തിൽ തുറക്കാൻ പറ്റാത്ത സംവിധാനങ്ങൾ വാതിൽ പിടിപ്പിക്കുന്നതും സഹായിക്കും. നിങ്ങൾ വീടിനോട് ചേർന്നൊരു വലിയ മുറ്റമോ പൂന്തോട്ടമോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ അവിടെ വരെ പോകാൻ അനുവദിക്കുക. അവർക്ക് താല്പര്യമുള്ള വസ്തുക്കൾ കാണാനും തൊട്ടറിയാനും വേണ്ടി നൽകുക. ആ ഭാഗത്ത് ചുറ്റിത്തിരിയാൻ അനുവദിക്കുക. സാമൂഹികമായിട്ട് ഉൾവലിയുന്ന പ്രകൃതം രോഗം മൂർച്ഛിക്കുന്ന ഘട്ടത്തിൽ പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. ഇത് കുടുംബത്തിന് വേദനയുണ്ടാക്കും. സംസാരിക്കുന്നത് കുറഞ്ഞു വരികയും ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ രോഗിക്ക് ഒട്ടും താല്പര്യമില്ലാതെ ആവുകയും ഒക്കെ ചെയ്യും. അത് ഈ വ്യക്തികൾ അലസരോ ചാട്യക്കാരോ ആവുന്നതല്ല, മറിച്ച് അത് രോഗത്തിന്റെ മറ്റൊരു ഭാഗം മാത്രമാണ്. ഇക്കാര്യത്തിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സംഗതികൾ നമുക്ക് ചെയ്യാനാകും. അടുത്തൊരു പ്രയാസമുള്ളത് ഡിമെൻഷ്യ ബാധിതരിലെ വിഷാദ രോഗമാണ്. അവർ അതീവ ദുഃഖിതരും ഉത്കണ്ഠാകുലരും നിറകണ്ണീരോട് കൂടിയവരുമായിട്ട് എപ്പോഴും കാണപ്പെട്ടേക്കാം. അവർ നിരാശയുണ്ടാക്കുന്ന വിധത്തിൽ മാത്രം സംസാരിച്ചെന്നിരിക്കും. പലപ്പോഴും അവർക്ക് വസ്തുക്കളിന്മേലുള്ള താല്പര്യവും നഷ്ടപ്പെടും. മറ്റു ചിലപ്പോൾ ഭക്ഷണം പോലും അവർക്ക് വേണ്ടാതെയാകുന്നു. ഇതൊന്നും അത്ഭുതകരമല്ല. രോഗികൾക്ക് അവരുടെ പരിമിതികളെക്കുറിച്ച് ബോധ്യം വന്നാൽ കടുത്ത ഇച്ഛാഭംഗവും നിരാശയും ഒക്കെ ഉണ്ടാവുക പതിവാണ്. തങ്ങൾക്ക് ചുറ്റും നടക്കുന്നതിനെ പറ്റി അവർ തെറ്റായി ധരിച്ചേക്കാം. അതും അവരെ സംഭ്രമിപ്പിക്കുകയും ഭയചകിതരാക്കുകയും ചെയ്യും. ഡിമെൻഷ്യ ബാധിതരിൽ പകുതിയോളം പേർക്കും ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിഷാദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വിഷാദം സ്വമേധയാ പിൻവാങ്ങിയില്ല എങ്കിൽ അതിനെതിരായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സ പോലും വേണ്ടിവരും. ഈ മരുന്നുകൾ സുരക്ഷിതവും കഴിക്കാൻ എളുപ്പമുള്ളവയുമാണ്. നിങ്ങളുടെ ഫിസിഷ്യന് അത് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനാകും. നിങ്ങളുടെ ഉറ്റവരിൽ ഡിമെൻഷ്യ ബാധിച്ചുകൊണ്ടുണ്ടാകുന്ന വിഷാദ രോഗത്തെ നിങ്ങൾക്ക് എങ്ങനെ നേരിടാനാകും? അവർക്ക് ശരിയായിട്ട് കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഉദാഹരണത്തിന് കണ്ണട മാറ്റേണ്ട സമയമായിട്ടുണ്ടാകാം. ശ്രവണയന്ത്രം ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവില്ല. സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എപ്പോഴും ഉറപ്പുവരുത്തുക. മുഖാമുഖമായിട്ട് നിന്ന് കണ്ണുകൾ അതേ നിരപ്പിൽ നിന്ന് താണ് സംസാരിക്കുക. വാക്കുകൾ കൃത്യമായും സാവധാനത്തിലും മാത്രം അവരോട് പറയുക. രോഗികളോട് പെരുമാറുമ്പോൾ ആശ്ലേഷങ്ങളിലൂടെ സ്നേഹവും ഊഷ്മളതയും ഒക്കെ കാണിക്കുന്നതും നല്ലതാണ്. എന്നാൽ അവർക്കത് അസ്വസ്ഥത ഉണ്ടാക്കില്ല എങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവൂ. അവരുടെ ശരീരഭാഷ നമ്മൾ നിരന്തരം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഡിമെൻഷ്യ കാരണം ഭാഷയിൽ വൈകല്യം വന്നവർ ഭാഷേതരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ആയിരിക്കും ആശയവിനിമയം നടത്തുക. അതുപോലെ ഡിമെൻഷ്യ ബാധിതരെ അവർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതും നന്നായിരിക്കും. ഒരിക്കൽ ഒരു ഗൃഹപരിപാലകൻ അല്ലെങ്കിൽ ഒരു തോട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു വ്യാപാരിയായിരുന്ന വ്യക്തിക്ക് അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ എന്തെങ്കിലും കഴിവുകൾ ഉപയോഗിക്കുന്നത് സംതൃപ്തിയും സമാശ്വാസവും ഒക്കെ പകർന്നു നൽകുന്നതാണ്. അത്തരം പ്രവൃത്തികൾ ചെയ്യാനും അവരെ പ്രോത്സാഹിപ്പിക്കാം. രോഗത്തിന്റെ വൈകിയ ഘട്ടങ്ങളിൽ ഈ രോഗിയുടെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ ലളിതമായ വഴികളിലൂടെ ഉത്തേജിപ്പിക്കാം എന്നതും പരിഗണിക്കേണ്ടതുണ്ട്. കേൾവിശക്തി മെച്ചപ്പെടുത്താൻ അവർക്ക് സംഗീതമോ റേഡിയോ പരിപാടിയോ ഒക്കെ വെച്ചു കൊടുക്കുന്നതും പുസ്തകമോ കവിതയോ ഒക്കെ ഉറക്കെ വായിച്ചു കൊടുക്കുന്നതും പാട്ടുകൾ പാടുന്നതുമൊക്കെ നന്നായിരിക്കും. അവരുടെ സ്പർശനം മെച്ചപ്പെടുത്താൻ കയ്യിലെടുക്കാനോ ഉപയോഗിക്കാനോ പറ്റുന്ന മൃദുവായ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാഴ്ച മെച്ചപ്പെടുത്താൻ വെട്ടിത്തിളങ്ങുന്ന നിറങ്ങൾ, വ്യക്തമായിട്ട് വരച്ച ബന്ധുക്കളുടെ ചിത്രങ്ങൾ, പഴയ ഫോട്ടോകൾ എന്നിവ ഉപയോഗിക്കാം. ഗന്ധം മെച്ചപ്പെടുത്താൻ അവരെ പാചകത്തിൽ പങ്കെടുപ്പിക്കാം. ഭക്ഷണത്തിൻ്റെയും മസാലകളുടെയും സുഗന്ധവസ്തുക്കളുടെയും ഒക്കെ പരിചിത ഗന്ധങ്ങൾ ഇതൊക്കെയും അവർ ഉത്തേജിപ്പിക്കും. ചുരുക്കത്തിൽ ഡിമെൻഷ്യ ബാധിതരായിട്ടുള്ള രോഗികളിൽ ശാസ്ത്രീയാടിസ്ഥാനത്തിലുള്ള പരിചരണം സാധ്യമാണ്. അതവർക്ക് ആവശ്യവുമാണ്. രോഗബാധിതരെ തിരിച്ചറിയുകയും അവരുടെ പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പിന്തുണയ്ക്കുകയും അവരെ ശാക്തീകരിക്കുകയും ഒക്കെ വേണം. സമീപത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രവുമായും ആശാപ്രവർത്തകരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതും സഹായകരമാകും. കേരള സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കി വരുന്ന വയോമിത്രം, ഓർമ്മത്തോണി എന്നീ പദ്ധതികൾ മറവി രോഗം മൂലം വലയുന്നവരെ സഹായിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടിട്ടുള്ളവയാണ്. ഡിമെൻഷ്യ രോഗികളുടെ ചികിത്സയിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് നമ്മൾ ഈ രോഗത്തെ ചികിത്സിക്കുന്ന തിരക്കിൽ രോഗിയെ അയാളുടെ മൗലിക അവകാശങ്ങളെപ്പറ്റി മറന്നു പോകുമെന്നുള്ളതാണ്. മറവി രോഗമായിരുന്നതുകൊണ്ട് രോഗി ഒന്നും അറിയുന്നുണ്ടാവില്ല എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ന്യായം. എന്നാൽ ഡിമെൻഷ്യ ബാധിതരായിട്ടുള്ള രോഗികൾ അവരുടെ രോഗത്തിൻ്റെ അവസാന ഘട്ടം വരെയും മരണത്തെ അതിജീവിക്കുകയാണെങ്കിൽ അവസാന ദിവസങ്ങളിൽ അവർക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്നത് കടുത്ത മാനസിക പീഡനങ്ങളാണ്. ഉദാഹരണത്തിന് ഡിമെൻഷ്യ മൂർച്ഛിച്ചു നിൽക്കുന്ന ഒരു രോഗിക്ക് ഉള്ളിൽ എപ്പോഴും വിശേഷിച്ച ഒരു കാരണവും കൂടാതെ അതിഭയങ്കരമായിട്ടുള്ള ഭീതി അനുഭവപ്പെടും. ഏതെങ്കിലും ഒരു അപരിചിതനെ കണ്ടാൽ അവർ ഞെട്ടി വിറയ്ക്കും. സാധാരണ നിലയ്ക്ക് രോഗിക്ക് നിത്യേന കണ്ടു പരിചയമുള്ള 1-2 പേര് മാത്രമേ വീട്ടിൽ ഉണ്ടാകാറുള്ളൂ. അതവരുടെ പങ്കാളിയോ അല്ലെങ്കിൽ ഹോം നഴ്സോ ഒക്കെ ആയിരിക്കും. ഡിമെൻഷ്യ മൂർച്ഛിച്ച അവസ്ഥയിൽ ഇവരെ മാത്രമാണ് രോഗിക്ക് ആകെപ്പാട് വിശ്വസിക്കാൻ സാധിക്കുക. സ്ഥിരമായിട്ട് കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത മറ്റാരെ കൺമുന്നിൽ കണ്ടാലും അതിന് സ്വന്തം മക്കളാണെങ്കിൽ പോലും അവർ വല്ലാതെ ഞെട്ടി വിറക്കുകയായിരിക്കും ഉള്ളിൽ. ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഭീതികളെ മാനേജ് ചെയ്യാൻ വേണ്ട മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. അവ തികച്ചും ജുഡീഷ്യസ് ആയിട്ട് രോഗികൾക്ക് ലഭ്യമാക്കാൻ അവരെ പരിചരിക്കുന്നവർക്ക് സാധിക്കണം. അതുപോലെ അവസാന ഘട്ടത്തിൽ ശാരീരികമായിട്ട് വേദനകളെക്കുറിച്ചും രോഗിക്ക് മറ്റുള്ളവരോട് പറഞ്ഞറിയിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ ആകെ ചെയ്യാനാവുക രോഗിക്ക് വേദനയുണ്ട് എന്ന് സംശയമെങ്കിലും തോന്നുന്ന പക്ഷം
ആ വേദനയ്ക്ക് ശമനം ഉണ്ടാക്കാനുള്ള പെയിൻ കില്ലറുകൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ഡിമെൻഷ്യ ബാധിതർക്ക് പലപ്പോഴും മരണത്തോടടുക്കുന്ന സമയത്ത് ഭക്ഷണം ഇറക്കാൻ പ്രയാസം നേരിടാറുണ്ട്. ഈ ഘട്ടത്തിൽ അവരുടെ ബന്ധുക്കൾ ചെയ്യാറുള്ളത് മൂക്കിലൂടെ ട്യൂബിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. എന്നാൽ ഡിമെൻഷ്യ ബാധിച്ച ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം മൂക്കിലൂടെ ട്യൂബ് ഇടുന്നതൊക്കെ തികച്ചും അസഹ്യമായിട്ടുള്ള പ്രവൃത്തികളാണ്. ഡിമെൻഷ്യ ഏറെക്കുറെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ രോഗി ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ കാര്യമായിട്ടുള്ള വിമുഖത കാണിച്ചിട്ടുള്ള ആളാണ്. പ്രൈമറി കെയർ ഗിവർ ക്ഷമയോടെ കുറച്ചധികം സമയം ചെലവഴിച്ചാൽ മാത്രമേ ഒരു 5-6 സ്പൂൺ കഞ്ഞിയെങ്കിലും അകത്തേക്ക് എത്തൂ. അത് മതിയെന്ന് വിചാരിക്കേണ്ടി വരുന്ന ഘട്ടങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനെ വാശി കാണിക്കുന്ന ഒരാൾക്കാണ് മൂക്കിലൂടെ ട്യൂബിട്ട് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഒരല്പമെങ്കിലും ബോധം ആ ശരീരത്തിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്യൂബ് ഉടനടി വലിച്ചു പറിച്ച് കളയാനുള്ള ടെൻഡൻസിയാണ് അവരിലുണ്ടാകുക. ഈ സാഹചര്യത്തിൽ ICUയിൽ ഇവരെ കയ്യും കാലും കിടക്കോട് ചേർത്ത് സ്ട്രാപ്പ് ചെയ്ത് കിടത്തി കളയും. ഇതുപോലെ ഒരു ദുരിതം മറ്റൊന്നില്ല. ഡിമെൻഷ്യ ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും സ്വല്പം സ്ഥലകാലബോധം വിട്ടുപോകുന്ന അവസ്ഥകളിൽ അവരെ കെട്ടിയിടുകയാണെങ്കിൽ അവർ കൂടുതൽ പ്രാണവിപ്രാളത്തിലേക്ക് പോകാനുള്ള സാധ്യത 44 ഇരട്ടിയാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഡിമെൻഷ്യ ഉള്ളവരുടെ കാര്യത്തിൽ പിന്നെ പറയുകയേ വേണ്ട. വല്ലാത്ത ചങ്കിടിപ്പോഴെയായിരിക്കും അവർ ആ കിടപ്പ് കിടക്കുന്നത്. എന്ന് മാത്രമല്ല, ഇങ്ങനെ റിസ്ട്രെയിൻ ചെയ്ത് കിടത്തുകയാണെങ്കിൽ അധികം വൈകാതെ അവരുടെ ശരീരത്തിൽ ബെഡ് സോറുകളും മറ്റും വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ചുരുക്കത്തിൽ ഒരു തരത്തിലുള്ള ഫിസിക്കൽ റെസ്ട്രെയിൻറ്റുകളും ഡിമെൻഷ്യ ഉള്ളവർക്ക് ചെയ്യാനേ പാടില്ല. ഡിമെൻഷ്യ രോഗികളോട് ഒരു അല്പമെങ്കിലും സ്നേഹവും കനിവും ഉള്ളവരാണ് നിങ്ങളെങ്കിൽ മരണത്തോട് അടുത്ത ദിവസങ്ങളിൽ പരമാവധി ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ ശ്രമിക്കണം. ചുരുക്കത്തിൽ ഡിമെൻഷ്യ രോഗികളുടെ കാര്യത്തിൽ കൃത്യമായൊരു ഇൻറ്റൻസീവ് ട്രീറ്റ്മെന്റ് പ്ലാൻ മുൻകൂട്ടി ഉറപ്പിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് അല്പമെങ്കിലും അന്തസ്സോടുകൂടി കാര്യമായ ദുരിതങ്ങളിലൂടെ ഒന്നും കടന്നു പോകാതെ തന്നെ ഒന്ന് മരിക്കാനാകൂ. സത്യത്തിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെക്കാളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു രോഗമാണ് ഡിമെൻഷ്യ. അവസാന കാലത്ത് അത് നമ്മളെ കൊണ്ട് പെടുത്തിയേക്കാവുന്ന പ്രയാസങ്ങൾ ചില്ലറയല്ല എന്നുള്ളത് കൊണ്ട് എൻഡ് ഓഫ് ലൈഫ് കെയറുമായും ക്വാളിറ്റി ഓഫ് ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്തരം കാര്യങ്ങൾ കൂടി തീർച്ചയായും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അച്ഛനെ ഒന്ന് പിടികൂടും വരെയും ഡിമെൻഷ്യ എന്നത് എനിക്ക് വെറുമൊരു രോഗത്തിൻ്റെ പേര് മാത്രമായിരുന്നു. ആ രോഗം അതിൻ്റെ വിശ്വരൂപം പുറത്തെടുത്ത വരും ദിവസങ്ങളിൽ അച്ഛൻ അന്നോളം പ്രകടിപ്പിച്ചിട്ടില്ലാത്ത പല വികാര ഭേദങ്ങളിലൂടെയും കടന്നുപോയി. അതിനു മുമ്പുള്ള അച്ഛൻ നിസ്സംഗതയുടെ ഒരു വടവൃക്ഷമായിരുന്നു. അന്നത്തെ ആ ടവറിംഗ് ഫിഗർ, ആത്മവിശ്വാസത്തിൻ്റെ ആ ആൾരൂപം അവസാന കാലത്ത് ഡിമെൻഷ്യയുടെ പീഡകൾ കൊണ്ട് വലഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഈ നെഞ്ചിൽ തലവെച്ച് കിടന്നിട്ടുണ്ട്. അച്ഛന് ഡിമെൻഷ്യ സ്ഥിരീകരിച്ചത് മുതൽക്ക് മരണം വരെയുള്ള 3 വർഷക്കാലം കൂടെ ഒന്ന് പരിചരിക്കാൻ ഭാഗ്യം കിട്ടിയ അമ്മയും ഇടയ്ക്കൊക്കെ അമ്മയെ റിലീവ് ചെയ്യാൻ സാധിച്ച ഞാനും ഈ രോഗത്തിന്റെ സകല രൗദ്രതകൾക്കും മൂകസാക്ഷികളായിരുന്നു. ഒരു കാലത്ത് നിറഞ്ഞ സ്നേഹത്തോടെ ഞങ്ങൾ മക്കളുടെ പേര് വിളിച്ച ആ ആർദ്ര ശബ്ദവും മക്കളുടെ സന്തോഷങ്ങളിൽ അവരെക്കാൾ സന്തോഷിച്ചിരുന്ന ആ മനസ്സും എന്നും ചേർത്തുപിടിച്ച് സംരക്ഷിക്കുക മാത്രം ചെയ്തിട്ടുള്ള തൂമ്പത്തഴമ്പ് വീണ പരുപരക്കൻ കൈകളും എല്ലാം ഓർമ്മകളുടെ മഞ്ഞിൽ പതിയെ പതിയെ മാഞ്ഞു പോകുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്ന ദിവസങ്ങളായിരുന്നു അത്. ഓർമ്മകൾ നഷ്ടമാവുക എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള മരണമാണ്. അത് പക്ഷേ ഒരൊറ്റ നിമിഷത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല. ഓരോ ദിവസവും അല്പാൽപമായി ഓർമ്മകൾ ഒന്നൊന്നായി കൊഴിഞ്ഞു പോകും. രോഗമൂർച്ചയിൽ സ്വന്തം മക്കളെപ്പോലും തിരിച്ചറിയാതെ അപരിചിതരെപ്പോലെ അവരെ നോക്കി നിൽക്കുമ്പോൾ ആ വ്യക്തി ഉള്ളിൽ 1000 മരണങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഭൗതിക ശരീരം നെഞ്ചിടിപ്പോടെ ശ്വാസനിശ്വാസങ്ങളോടെ നമ്മുടെ മുന്നിൽ അവശേഷിക്കുമെങ്കിലും നമുക്ക് ചിരപരിചിതനായിട്ടുള്ള ആ വ്യക്തി നമ്മുടെ മുന്നിൽ പതിയെ പതിയെ ഇല്ലാതാവുമ്പോഴും ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായരായി നമ്മൾ നിന്നുപോകും. കുഞ്ഞുനാൾ തൊട്ടേ കൈപിടിച്ച് നമ്മളെ നടത്തിച്ച അച്ഛനെ അവസാന നാളുകളിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കൈപിടിച്ച് തിരിച്ചു നടത്തേണ്ടി വന്ന നിമിഷങ്ങളിൽ ഉള്ളിൽ തോന്നുക സങ്കടമോ ചാരിതാർത്ഥ്യമോ എന്നറിയില്ല. ഒരു കാലത്ത് സ്വന്തം മക്കളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓർത്ത് നിറവേറ്റിയിരുന്ന ആ മനസ്സ് അവരെപ്പോലും തിരിച്ചറിയാനാകാതെ ശൂന്യമായി നോക്കി നിൽക്കുന്നത് കാണേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് അവർണ്ണനീയമാണ്. ഓരോ നേരവും അച്ഛനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുമ്പോഴും മരുന്നുകൾ കൊടുക്കുമ്പോഴും എത്രയോ രാത്രികളിൽ ഉറങ്ങാതെ കാവലിരിക്കുമ്പോഴും അതൊരിക്കലും ഒരു രോഗിയെ പരിചരിക്കൽ മാത്രമായിരുന്നില്ല. ജീവിക്കാൻ പഠിപ്പിച്ചൊരു വലിയ മനുഷ്യനെ അവസാന കാലത്ത് അധികം അർഹിക്കുന്ന മാന്യതയോടെയും സ്നേഹത്തോടെയും ചേർത്തു പിടിക്കാനുള്ള ഒരു ചെറിയ പരിശ്രമം മാത്രമായിരുന്നു. ഡിമെൻഷ്യയുമൊത്തുള്ള അച്ഛൻ്റെ യാത്രയിൽ നിന്ന് എനിക്ക് ആർജിക്കാനായ ഒരു ജീവിത പാഠം കൂടി നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഈ ലക്കം ഉപസംഹരിക്കുന്നു. സ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപങ്ങൾ ക്ഷമയും കരുണയുമാണ്. ഒരാൾക്ക് നമ്മളെ ഓർത്തെടുക്കാനാവുന്നില്ല, അയാൾക്ക് നമ്മളെ തിരിച്ചറിയാനാവുന്നില്ല എങ്കിൽ പോലും അയാളെ അതിരട്ട സ്നേഹത്തോടെ ചേർത്തു പിടിക്കാൻ നമുക്കാവും. കാരണം സ്നേഹത്തിന് ഓർമ്മകളുടെ ആവശ്യമില്ല. മറ്റു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.